Good morning. Morning, sir. Morning. Good morning. അപ്പോൾ നമ്മൾ ഇൻഡെക്സുകളെ പറ്റിയാണല്ലേ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ഇൻഡെക്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഡെക്സും വേൾഡ് മാർക്കറ്റിൽ ഇൻഡെക്സിനെ പറ്റിയൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേജറായിട്ട് ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സുകൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റിനെയൊക്കെ പറ്റി നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇന്നലെ അത് ഇൻഡെക്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാനുള്ളത് നോക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ആ ഒരു ഇൻഡെക്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ഇൻഡെക്സിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയിട്ട് നോക്കാം. അതാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. ഇൻഡെക്സ്. അപ്പോൾ ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുക. നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഫസ്റ്റ് കിട്ടുന്നുണ്ടാവും. ഇതാണ് വെബ്സൈറ്റ്. നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് NSE-യിലുള്ള അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള എല്ലാ ഇൻഡെക്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. ഇതിൻ്റെ അകത്ത് മാർക്കറ്റ് ഡാറ്റ, ഇൻഡിസസ്, ഓഫറിങ്സ്, റിപ്പോർട്ട്സ്, റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാബുകൾ ഹോം പേജിൽ തന്നെ കാണാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻഡിസസ് എന്നുള്ളതിൻ്റെ മുകളിലേക്ക് മൗസ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു സബ്മെനു ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡെക്സിനെ സാധാരണ കാറ്റഗറൈസ് ചെയ്യുന്നത് ബ്രോഡ് ബേസ്ഡ്, സെക്ടറൽ, തീമാറ്റിക്, സ്ട്രാറ്റജിക് ഇൻഡിസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നിഫ്റ്റി 50 നോക്കണമെങ്കിൽ, നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഇൻഡെക്സിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ബ്രോഡ് ബേസ്ഡ് ഇൻഡിസസിൻ്റെ അകത്ത് കയറിയിട്ട് ഈ നിഫ്റ്റി 50 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി 50 പറ്റിയുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ നിഫ്റ്റി 50യുടെ അകത്ത് ഏതൊക്കെ സ്റ്റോക്കാണുള്ളത്, ഏതൊക്കെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഈ ഡൗൺലോഡ്സ് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഫാക്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഫാക്ട് ഷീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു PDF ഫയൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നിഫ്റ്റി 50യുടെ ഇൻഡെക്സോഗ്രാം എന്നാണ് ഈ ഒരു PDF ഫയലിന് പറയുന്നുണ്ടാവുക. നിഫ്റ്റി 50യുടെ ഇൻഡെക്സോഗ്രാം ആണത്. NSE ഇൻഡെക്സോഗ്രാം എന്ന ഹെഡിങ് ഉണ്ടാവും. ഇതിൽ നിഫ്റ്റി 50 എന്നൂടെ എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് നമ്മൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നിഫ്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇവിടെ എഴുതിയത് വായിച്ച് നോക്കാം നമുക്കൊന്ന്. ദ നിഫ്റ്റി 50 ഇൻഡെക്സ് ഈസ് എ വെൽ ഡൈവേഴ്സിഫൈഡ് 50 കമ്പനീസ് ഇൻഡെക്സ് റിഫ്ലക്റ്റിംഗ് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാണ് നമ്മൾ ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ് ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്ന ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നിഫ്റ്റി 50 ഇൻഡെക്സ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് ദ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അപ്പോൾ ഇവർ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് 2000 കമ്പനികളുടെ മുകളിലാണ് NSE-യുടെ അകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിലുള്ള ഏറ്റവും ടോപ്പ് 50 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, മാർക്കറ്റ് ക്യാപ്പ് എന്താണ് മാർക്കറ്റ് ക്യാപ്പ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഏറ്റവും ടോപ്പ് 50 മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ മാർക്കറ്റ് ക്യാപ്പ് താഴെ പോവുകയാണ്, മറ്റൊരു കമ്പനി ആ കമ്പനിനേക്കാളും മുകളിൽ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ ഈ താഴെ പോയ കമ്പനീനെ നിഫ്റ്റി 50 ഒഴിവാക്കിയിട്ട് ഏത് കമ്പനിയാണോ പുതുതായിട്ട് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുള്ളത് ആ കമ്പനീനെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ആ ഒരു പ്രോസസ്സിന് ഏതെങ്കിലും കമ്പനികളെ നിഫ്റ്റി 50യുടെ അകത്തുനിന്ന് താഴെ പോയിട്ട് പുതിയൊരു കമ്പനീനെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നതിന് ഇൻഡെക്സ് റീബാലൻസിങ് അല്ലെങ്കിൽ ഇൻഡെക്സ് റീസ്ട്രക്ചറിങ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഓരോ ക്വാർട്ടർലി ആണോ ബൈ ഹാഫ് ഇയർലി, സെമി ആനുവലി ഹാഫ് ഇയർലി ആണ് ഈ ഒരു
ഇൻഡെക്സിൽ അവർ എന്ത് ചെയ്യുന്നത് റീബാലൻസിങ് നടത്തുന്നുണ്ടാവുക. ഏതെങ്കിലും കമ്പനി താഴെ പോയിട്ടുണ്ടോ, അതേപോലെ വേറെ ഏതെങ്കിലും കമ്പനി താഴെയുള്ള കമ്പനിയേക്കാളും മുകളിലോട്ട് കയറി വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണത് ഓരോ സെമി ആനുവലി ആണ് അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിഫ്റ്റി 50 ക്യാൻ ബി യൂസ്ഡ് ഫോർ വെറൈറ്റി ഓഫ് പർപ്പസ്. നമ്മൾ ഇൻഡെക്സിന് എന്തൊക്കെ പർപ്പസിനാണ് യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ബെഞ്ച് മാർക്കിംഗ് പോർട്ട്ഫോളിയോസ്, ലോഞ്ചിങ് ഓഫ് ഇൻഡെക്സ് ഫണ്ട്സ്, ETFs ആൻഡ് സ്ട്രക്ചേർഡ് പ്രൊഡക്ട്സ്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയിന്റ്സ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇൻഡെക്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അതിന്റെ വേരിയൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ കള്ളിയിൽ എഴുതിയിട്ട് ഇങ്ങനെ കാണാം. ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രൈസ് ടു റിട്ടേൺ എത്ര ഉണ്ടായിരുന്നു, 5 ഇയറിൽ എത്ര റിട്ടേൺ ആണ് തന്നത്, 1 ഇയറിൽ നിഫ്റ്റി എത്ര റിട്ടേൺ തന്നു, സിൻസ് ഇൻസെപ്ഷൻ എത്രയാണ് റിട്ടേൺ തന്നത് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് സിൻസ് ഇൻസെപ്ഷൻ 11.84% റിട്ടേൺ ആണ് നിഫ്റ്റി തന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇൻഡെക്സ് വെച്ചിട്ട്, ഇൻഡെക്സിന്റെ ഡാറ്റ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ 16% റിട്ടേൺ തന്നിട്ടുണ്ട്. ലാസ്റ്റ് 1 ഇയർ നോക്കുകയാണെങ്കിൽ 31% റിട്ടേൺ തന്നിട്ടുണ്ട്. 5 ഇയറിൽ നിഫ്റ്റിയുടെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 18% റിട്ടേൺ തന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സെക്ടറൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്കറിയാം നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ബേസ്ഡ് ഇൻഡെക്സ് ആണ്. ബ്രോഡ് ബേസ്ഡ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്, അതൊരു നിശ്ചിത സെക്ടറോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടല്ലാതെ ആ ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ നിന്നും പ്രധാനപ്പെട്ട 50 കമ്പനികൾ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡെക്സ് ആണ്. അപ്പൊ അതിൻ്റെ അകത്ത് എല്ലാ സെക്ടറിൽ നിന്നുള്ള അല്ലെങ്കിൽ ആ 50 മേജർ കമ്പനികളിൽ ഏത് സെക്ടറിൽ നിന്നുള്ളതും ആവാം. അത് ഇന്ന സെക്ടറിൽ നിന്നുള്ളതാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇപ്പൊ നിലവിലുള്ള കമ്പനികളെ വെച്ചിട്ട് ഓരോ സെക്ടേഴ്സിനും എത്രയാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്കറിയാം ഫിനാൻഷ്യൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നിഫ്റ്റിയുടെ അകത്തുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ കമ്പനികൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ കമ്പനികൾ എന്നല്ല, ഏറ്റവും വെയിറ്റേജ് ഉള്ള കമ്പനികൾ ഫിനാൻഷ്യൽ സെക്ടറിനാണ്. IT ആണ് തൊട്ട് താഴെ 14%, ഓയിൽ ഗ്യാസ് കൺസ്യൂമർ പ്രൊഡക്റ്റ് നിന്നാണ് 11% വരുന്നത്, FMCG 8% വരുന്നുണ്ട്, ഓട്ടോമൊബൈൽ കമ്പനികളിൽ നിന്ന് 8% വരുന്നുണ്ട്, ഹെൽത്ത് കെയർ 4%, കൺസ്ട്രക്ഷൻ 3%, ടെലികമ്മ്യൂണിക്കേഷൻ 3.8%, മെറ്റൽ ആൻഡ് മൈനിങ് 3.55%, പവർ 3.14%, കൺസ്യൂമർ ഡ്യൂറബിൾസ് 2.59%, ദെൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ 2.6%, സർവീസ് സെക്ടറിൻ്റെ അകത്തുനിന്ന് 0.97%. ഇതാണ് ഓരോ സെക്ടറിലെയും നിഫ്റ്റിയുടെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ അടുത്ത ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇതിൽ ഓരോ കമ്പനികൾ ഇപ്പൊ 50 കമ്പനികൾ എടുത്തിട്ട് ആ 50 കമ്പനികളും ആക്ച്വലി ഈക്വൽ വെയിറ്റേജിലല്ല ഉള്ളത്. ഓരോ കമ്പനികളുടെയും വെയിറ്റേജ് തുല്യ പ്രാധാന്യത്തിലല്ല ഉള്ളത്. കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് കമ്പനികളുടെ പ്രാധാന്യത്തിൽ വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ചാർട്ടിന്റെ അകത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും HDFC ബാങ്കിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അതായത് 11% വെയിറ്റേജ് ഉള്ളതും 11.02% വെയിറ്റേജ് ഉള്ളത് HDFC ബാങ്കിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിന്റെ തൊട്ട് താഴെ വെയിറ്റേജ് ഉള്ള കമ്പനി എന്ന് പറയുന്നത് റിലയൻസ് എന്ന് പറയുന്നത് 9.13, ICICI ബാങ്ക് 7.73, ഇൻഫോസിസ് 6.27, ITC 4.14, ടാറ്റ കൺസൾട്ടൻസി 4.12, LNT 3.87, ഭാരതി എയർടെൽ 3.8, ആക്സിസ് ബാങ്ക് 2.99, SBI 2.80. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനികൾ ഇതിപ്പം 10 കമ്പനികളുടെ ലിസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് 50 കമ്പനികളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 10 കമ്പനികളെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ലിസ്റ്റിന്റെ അകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, HDFC ബാങ്കിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് നിഫ്റ്റിയിൽ ഒരു മേജർ മൂവ്മെന്റിന് സാധ്യത ഉണ്ട്. മേലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും മേജർ മൂവ്മെന്റിന് സാധ്യത ഉണ്ട്. കാരണം ഈ HDFC ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കിനാണ് നിഫ്റ്റിയുടെ അകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നത് റിലയൻസിനാണ്. അപ്പോൾ റിലയൻസിനാണെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്, റിലയൻസ് പറഞ്ഞ കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ വരുവാണെങ്കിൽ അതിനോട് അനുസൃതമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റിയിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പൊ ഏറ്റവും ടോപ്പ് വെയിറ്റേജ് ഉള്ള കമ്പനികളിലൊക്കെ വരുന്ന ആക്ടിവിറ്റീസ് നിഫ്റ്റിയിൽ അതേപോലെ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട്, കാരണം വെയിറ്റേജ് കൂടുതലായതുകൊണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു വെയിറ്റേജിന്റെ ചാർട്ടിന്റെ അകത്തു നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്കിയുള്ള മറ്റു പ്രധാനപ്പെട്ട കീ ഇൻഡിസസിനെ പറ്റിയിട്ട് ഒരു ലിസ്റ്റ് ഇവിടെ എഴുതിയത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബ്രോഡ് മാർക്കറ്റ് ഇൻഡിസസിൽ പ്രധാനപ്പെട്ടത്, സെക്ടറൽ ഇൻഡിസസ് പ്രധാനപ്പെട്ടത്, തീമാറ്റിക് ഇൻഡിസസ് പ്രധാനപ്പെട്ട, സ്ട്രാറ്റജിക് ഇൻഡിസസിൽ പ്രധാനപ്പെട്ടതുണ്ട്, ഫിക്സഡ് ഇൻകം ഇൻഡിസസിന്റെ അകത്തും പ്രധാനപ്പെട്ട ഇതൊക്കെ എന്തുണ്ട് നമുക്ക് ഇവിടെ എഴുതിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇൻഡെക്സിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ്, ഇൻഡെക്സിന്റെ മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഇൻഡെക്സോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡാറ്റയുടെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനി ഇതിന്റെ അകത്ത് തന്നെ നമുക്കിപ്പോൾ നിഫ്റ്റി 50-ലുള്ള കംപ്ലീറ്റ് 50 കമ്പനികൾ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും പോകേണ്ട. ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു എക്സൽ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകൾ ഏതാണെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇനി ഇവിടെ നമ്മൾ ആ ഒരു ഓരോ സെക്ടറിലുള്ള ഡിസ്ട്രിബ്യൂഷന്, ആ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് കൊടുത്തു നമുക്ക് കാണാം. ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഈസി ആയിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സെക്ടർ ഏതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇവിടെ എക്സ്ചേഞ്ച് ട്രേഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിലുള്ള ETF ഗ്ലോബലി ലിസ്റ്റ് ചെയ്തതും ETF ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തതും ഇവിടെ ഉണ്ട്. ഗ്ലോബൽ ഇൻഡെക്സ് ഫണ്ടുകളെ പറ്റിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻഡെക്സ് ഫണ്ടുകളെ പറ്റിയൊക്കെ നമുക്ക് ഇവിടെ എഴുതിയതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നിഫ്റ്റിയുടെ നിഫ്റ്റി 50 എന്ന് പറയുന്ന ആ ഒരു നമ്മളുടെ ഇൻഡെക്സിന്റെ മുകളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും? ഇൻഡെക്സോഗ്രാം എടുക്കുന്ന എവിടെന്നാന്ന് പറഞ്ഞ നമ്മളിതാ ഗൂഗിളിൽ കയറിയിട്ട് NSE നിഫ്റ്റി ഇൻഡിസസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റ്. ഇതിന്റെ അകത്ത് കയറിയിട്ട് ഈ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് നിഫ്റ്റി നമ്മൾ ഏറ്റവും കൂടുതൽ ഈ PE റേഷ്യോ സാധാരണ നോർമൽ വാല്യൂ എത്രയാണ് അതിന്റെ? അറിയില്ല. PE റേഷ്യോ ഞാൻ നോക്കാറില്ല സാർ, ഫണ്ടമെന്റൽ കാര്യമാണ്. ഫണ്ടമെന്റലിലേക്ക് ഞാൻ നോക്കാറില്ല. പിന്നെ സാറേ മാർക്കറ്റ് ക്യാപ്സ് മാത്രമാണോ ശരിക്കും ആ 50-യുടെ ഉള്ളിൽ വരാനായിട്ട്? SBI പുറത്താക്കുന്ന ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞിരുന്നല്ലോ. ആ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത് തന്നെയാണ് അതിന്റെ കണ്ടീഷൻ. അതൊന്ന് SBI എന്തോ കാരണം കൊണ്ട് മാറ്റും എന്തോ പറഞ്ഞൊരു അത് ചില സ്റ്റോക്കുകളുടെ അകത്ത് അതിന്റെ അതായത് ഈ 50 ആൾക്കാരുടെ ടോപ്പ് 50 ആൾക്കാരുടെ ലിസ്റ്റ് അല്ലേ ഇല്ല, അല്ലെങ്കിൽ 50 ആൾക്കാരെന്നല്ലേ നിഫ്റ്റിന് എടുത്തേക്കുന്നത്, നിഫ്റ്റി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോ ഈ 50ാമത് നിൽക്കുന്ന ആളുകൾ താഴെ പോകണോ നിർബന്ധമൊന്നുമില്ല. 51ാമത് നിൽക്കുന്ന ആളുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്തായി, ഈ 50ാമത്തവൻ താഴെ പോയിട്ട് 51ാമത്തവൻ കയറിയിട്ട് 50ലേക്ക് വരും. മനസ്സിലായോ സാർ? അങ്ങനെ സംഭവിക്കുക. ഈ കമ്പനിക്ക് മോശമാവണമെന്നൊന്നുമില്ല. അതിന്റെ താഴെയുള്ള ഇപ്പൊ 51, 52, 53 കമ്പനികൾ ഉണ്ടല്ലോ. ഇവരൊക്കെ എന്ത് ചെയ്തു? ഇവരൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് ക്യാപ്പ് കൂടി എന്ന് വെച്ചോളൂ. ഇവരുടെയൊക്കെ ഷെയർ പ്രൈസ് കൂടിയിട്ട് മാർക്കറ്റ് ക്യാപ്പ് കൂടി കഴിഞ്ഞാൽ ഈ ഇതിന്റെ മുകളിലുള്ള 48, 49, 50 സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ താഴെ പോയിട്ട് ഇവർ മൂന്നാളും തിരിച്ചതിൻ്റെ അകത്തേക്ക് കയറി വരികയൊക്കെ ചെയ്യാം. ഇതിന്റെ അകത്ത് വേറൊരു രസമല്ല എന്താന്ന് വെച്ചാല്, ഇതിൽ ഞാൻ പറഞ്ഞ പോയിന്റിന്റെ അകത്ത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പം ഈ നിഫ്റ്റി 50 എന്ന് പറയുന്നതിന്റെ അകത്ത് ഇപ്പൊ എന്തെങ്കിലും ഇതിന്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കമ്പനീനെ പുറത്താക്കിയിട്ട് അടുത്ത കമ്പനീനെ എടുത്തിട്ട് നിഫ്റ്റി 50 അങ്ങനെ അങ്ങ് പോവുക ചെയ്യാം. അതുകൊണ്ടാണ് ഈ ETF എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അത്യാവശ്യം ഒരു പരിധി വരെ പറയുകയാണെങ്കിൽ റിസ്ക് കുറവായിട്ട് വരുന്നത്. ഇപ്പോ നേരത്തെ ഒരു എക്സാമ്പിൾ പറയും. നേരത്തെ ഡൗ ജോൺസ് എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ വേൾഡ് മാർക്കറ്റ് ഇൻഡെക്സിന്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനിയായിരുന്നു IBM എന്ന് പറയുന്ന കമ്പനി. പണ്ടത്തെ IBM എന്ന് പറഞ്ഞ കമ്പനി. ഇപ്പോ ഈ ഡൗ ജോൺസിന്റെ അകത്ത് IBM ഇല്ല. IBM എന്ന് പറഞ്ഞ കമ്പനി എവിടെയാണെന്ന് പോലും ആർക്കും അറിയാത്ത രീതിയിലേക്ക് ആ കമ്പനി താഴെ പോയി. ഇപ്പോൾ ഉള്ള കമ്പനി ഏതൊക്കെ? ടെസ്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ആപ്പിള്, മെറ്റ എന്നൊക്കെ പറഞ്ഞ കമ്പനികളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഡൗ ജോൺസിന് എന്തെങ്കിലും സംഭവിച്ചോ? അപ്പോ പണ്ട് കാലത്ത് ഡൗ ജോൺസിന്റെ ETF ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്കൊന്നും ഈ കമ്പനിക്ക് ഒരു പ്രശ്നം വന്നപ്പോഴൊന്നും അവരുടെ ETF-നൊന്നും പ്രശ്നം വന്നിട്ടുണ്ടാവില്ല. കാരണം ETF-ന്റെ അകത്തുനിന്ന് അവർ IBM-നെ പുറത്താക്കിയിട്ട് അടുത്ത കമ്പനി ഏതാണോ വന്ന് അവരെ കയറി. അതുകൊണ്ടാണ് ഈ ETF-കൾ ഓൾമോസ്റ്റ് ഒരു പരിധി വരെ ആൾക്കാർക്ക് ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ആൾക്കാർ കൺസിഡർ ചെയ്യുന്നതിന്റെ ഒരു കാര്യം അതാണ്. അതാണ് ETF ഇത്രയും പോപ്പുലർ ആവുന്നത്. ക്ലിയർ ആയോ സാർ? യെസ് സർ, ക്ലിയർ ആണ്. താങ്ക് യു.
ഇനി ഇതിന്റെ അകത്ത് അടുത്തൊരു കാര്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരിക്കും. ഈ പിന്നെ ഒരു ETF ഒക്കെ എടുത്തു, നിഫ്റ്റി 50 അങ്ങ് താഴോട്ട് പോയിട്ട് ഇത് അങ്ങ് 0 ആയി പോയാൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് പോവില്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടാവും അല്ലേ? പൊതുവെ എല്ലാവർക്കും ഉള്ള സംശയം, എന്തെങ്കിലും കാരണം വന്നിട്ട് നിഫ്റ്റി 50യുടെ ഇൻഡെക്സിലേക്ക് അങ്ങ് 0യിലേക്ക് പോയി. അങ്ങനെ ഒരു സെനാരിയോ ഉണ്ടാവുമോ? ഇനി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്താണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നത്? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ, എന്തൊക്കെയായിരിക്കും ഓരോരുത്തർക്കും തോന്നുന്ന കാര്യങ്ങൾ? പോയോ? ഒന്നുകൂടി പറയോ സാറേ? അതായത് നിഫ്റ്റി 50 ഇപ്പൊ ഈ ETF-കളിലും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ ഒരു മെയിൻ ടെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊക്കെ അങ്ങോട്ട് കമ്പനിയൊക്കെ പൂട്ടിപ്പോയി ഇതങ്ങ് 0 ആയി പോവോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലെ? എന്റെ സമ്പത്ത് പോവോ, ഞാൻ ഇതിന്റെ അകത്ത് ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ പോവോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ആ ഒരു ടെൻഷൻ ആണല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. ഇതിന്റെ അകത്തുള്ള റിസ്ക് അതാണല്ലോ. അങ്ങനെ ഒരു സെനാരിയോ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക. എപ്പോഴായിരിക്കും അങ്ങനെ ഒരു സെനാരിയോ സംഭവിക്കുക? അങ്ങനെ സംഭവം ഉണ്ടാവാൻ സാധ്യത വളരെ കുറവ്. അങ്ങനെയാകുമ്പോ പിന്നെ കംപ്ലീറ്റ് ഡൗൺ ആയില്ലേ? അതെ, അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് വെച്ചോളൂ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ കയ്യിൽ ഒരു 25 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നിഫ്റ്റി 50 തന്നെ ETF തന്നെ നോക്കാം, വേറെ ഒന്നും നോക്കണ്ട. 25 ലക്ഷം രൂപ നിങ്ങൾ നിഫ്റ്റി 50യുടെ ETF-ൽ ഇട്ടിട്ടുണ്ട്. ഇത് ഈ ETF 25 ലക്ഷം രൂപ നമുക്ക് വലിയ, അതായത് കംപ്ലീറ്റ് ലോസിലേക്ക് പോകണമെങ്കിൽ നിഫ്റ്റി എന്തായാലും 0യിലേക്ക് പോകണമല്ലോ. അല്ലെങ്കിൽ നിഫ്റ്റി അങ്ങ് പോയിട്ട് ഒരു 1000ലേക്ക്, 1000 എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഏകദേശം തീരുമാനമാവുന്ന റേഞ്ചാണ്. ഇപ്പൊ 26,000 നിൽക്കുമ്പോൾ 1000 എന്ന് പറയുന്നത് തീരുമാനമാവുന്ന റേഞ്ച് ആണല്ലോ. 25 ലക്ഷം രൂപ ഒറ്റയടിക്ക്. ഇതിന്റെ സൂചിക കണക്കാക്കുന്നത് എങ്ങനെ? 26,000 എത്തിയില്ല നിഫ്റ്റി. അത് സ്റ്റോക്കിന്റെ പ്രൈസ് വെച്ച് കൂടുന്നതാണ്. എങ്ങനെയാണ് ഇപ്പൊ ഈ നിഫ്റ്റിയിൽ മൊത്തത്തിൽ 26 എത്തിയത് ഇപ്പൊ എങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ ഇത് നമ്മള് മറ്റേ ഇതിന്റെ കഥ പറഞ്ഞ പോലെ ആയിപ്പോയി. രാമായണം മുഴുവൻ വായിച്ചിട്ട് അവസാനം ഇൻഡെക്സ് എന്താണെന്നുള്ളത് തിരിഞ്ഞില്ല അല്ലെ? ഞാൻ പറയാം, അങ്ങോട്ട് ഞാൻ വരാം കേട്ടോ, പേടിക്കണ്ട, നമുക്ക് വരാം. ഏതോ ഒരു പോയിന്റ് കണക്ഷൻ വിട്ടുപോയതാണ് സാറിന്, അത് ക്ലിയർ ആവാൻ നമുക്ക് റെഡിയാക്കാം, പ്രശ്നമല്ല. ആദ്യം നമുക്ക് ലേറ്റ് ആയാലും സാറിനെ ഞങ്ങൾ ബെഞ്ച് കയറ്റിയൊക്കെ നിർത്താറുണ്ട്. പോട്ടെ, സാറ് ബുദ്ധിയായിട്ട് വന്നാലേ ഉള്ളൂ, ഒന്ന് നമുക്ക് ക്ഷമിക്കാം അല്ലേ? ഞാൻ പറഞ്ഞു തരാം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ആദ്യം 25 ലക്ഷം രൂപനെ 0 ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പൊ 25 ലക്ഷം രൂപ ഒരാൾ ETF-ൽ നിക്ഷേപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ETF അയാൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 1000ലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ഏകദേശം 25 ലക്ഷം രൂപ 1 ലക്ഷത്തിന്റെ താഴെയായിട്ട് പോകും. ഉറപ്പാണല്ലോ. ഇങ്ങനെ ഒരു സെനാരിയോ ഉണ്ടാവുമോ? ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും കാരണവശാൽ കംപ്ലീറ്റ് നമ്മളുടെ എക്കണോമിയും നമ്മളുടെ കമ്പനികളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കാം. പിന്നെ കൊറോണ മാതിരി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് വരാം അല്ലെ? കൊറോണയൊക്കെ ടെമ്പററി ആണ്, അതൊന്നും ഒരു ഫണ്ടമെന്റൽ റീസൺ അല്ലല്ലോ, അതൊക്കെ ടെമ്പററി ആണ്. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ എക്കണോമി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തകർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെനാരിയോ ഉണ്ടാവാം. പക്ഷെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു എന്ന് വെച്ചോളൂ, നിങ്ങൾ ഈ ഫണ്ട് പിന്നെ ഇതിലൊന്നും ചെയ്യാതെ ബാങ്കിലായിരുന്നു ഇട്ട് വെച്ചതെന്ന് വെച്ചോളൂ. ബാങ്കിലായിരുന്നു ഇട്ട് വെച്ചതെന്ന് വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ എക്കണോമി മൊത്തം തകർന്നു പോയി കഴിഞ്ഞാൽ ഈ 25 ലക്ഷത്തിന്റെ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അതായത് പണ്ട് ഏതോ ഒരു ആഫ്രിക്കൻ രാജ്യത്തിന്റെ ഏതോ ഒരു രാജ്യം, ആഫ്രിക്കൻ ആണോ, ഏതോ ഒരു രാജ്യം തകർന്നു പോയപ്പോ ഒരു ചായ വാങ്ങാൻ വേണ്ടിയിട്ട് വരെ, അല്ലെങ്കിൽ അവരുടെ ഒരു ബ്രെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വരെ ചാക്കിലും കൊട്ടയിലും ഒക്കെ പൈസ കൊണ്ടുപോയിട്ട് വാങ്ങേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇന്തോനേഷ്യ അല്ല, വേറെ അങ്ങനെ ഏതൊരു കൺട്രിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതേപോലെ ആയിരിക്കും ഇവിടെ സംഭവിക്കുക. അതായത് നമ്മളിപ്പോ ബാങ്കിൽ 25 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ പോലും ആ പൈസ കൊണ്ട് നമുക്ക് എന്തുണ്ടാവില്ല, വാല്യൂ ഉണ്ടാവില്ല. ഇത്രയും അങ്ങ് നമ്മളെ എക്കണോമി കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ ഇതിന്റെ മുകളിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ല സാറേ, ഹലോ, പറഞ്ഞോളൂ. ഈ 40% അല്ലേ ഒരു എക്സ്ചേഞ്ചില് ഇതേപോലെ ഷെയർ മാർക്കറ്റിൽ ഇറക്കുള്ളൂ? അല്ല, ETF-ൽ അങ്ങനെ അല്ലല്ലോ. അല്ല, ETF കംപ്ലീറ്റ് ആ സ്റ്റോക്കിന്റെ അകത്തേക്ക് പോവല്ലോ. ശരി. അത് മ്യൂച്വൽ ഫണ്ടിൽ പല ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ റിസ്ക് വെച്ചിട്ട് മുഴുവൻ ക്യാഷും അവിടെ തന്നെ. ഇനി അത് മാത്രല്ല, നിങ്ങൾ ആ 40% പോട്ടെ, ബാക്കിയുള്ള എല്ലാ സാധനവും ഇപ്പൊ എന്തിന്റെ അകത്തൊക്കെ, ബോണ്ടിന്റെ അകത്തൊക്കെ ഉണ്ടാവുക. ഒരു എക്കണോമി തകർന്നു പോയാൽ പിന്നെ എന്ത് ബോണ്ട്, എന്ത് ഇൻട്രസ്റ്റ് വന്നൊക്കെ ഒന്നും ഉണ്ടാവില്ലല്ലോ.
അപ്പൊ അതാണ്. അപ്പൊ ഈ സാധനങ്ങളിൽ ഇങ്ങനെ ഒരു പേടിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ലിക്വിഡായിട്ട് ക്യാഷ് തന്നെ നമ്മളെ കയ്യിൽ ഉണ്ടായാൽ പോലും ഇത് ഇത്രയും വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡായിട്ട് കാശ് ഉണ്ടായാൽ പോലും നമുക്ക് കാര്യം ഉണ്ടാവില്ല. പിന്നെ കോവിഡ് പോലെ വന്ന സാധനങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ടെമ്പററി ആണ്. അതൊന്നും നമുക്ക് ഫണ്ടമെന്റലി നമ്മൾ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഫണ്ടമെന്റലി മീൻസ് നമ്മളുടെ എക്കണോമിനെ ഫണ്ടമെന്റലി ബാധിക്കില്ല എന്നുള്ളതല്ല, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അത്രയും കാര്യങ്ങളും നഷ്ടവും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊന്നും റിവൈവ് ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഒരു പരിധി വരെ എന്താണ് നമ്മളുടെ പിന്നെ ഇതിന്റെ എക്കണോമിയുടെ അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന്റെ മുകളിൽ വേറെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും അതിന്റെ മുകളിലേക്ക് വരുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഷഫീഖ് സാർ പറഞ്ഞേ, ഷഫീഖ് സാർ അല്ലായിരുന്നോ ചോദിച്ചത് എന്താണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സാധനം? ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇത് ഇന്നലെ നമ്മൾ ഓപ്പണിങ്ങിന്റെ അകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിന്റെ അകത്ത് അല്ലെങ്കിൽ NSEയുടെ അകത്ത് എക്സ്ചേഞ്ചിന്റെ അകത്തുള്ള 2000 കമ്പനികളെ ആ 2000 കമ്പനികളിൽ നിന്നുള്ള 50 പ്രധാനപ്പെട്ട നിഫ്റ്റി 50യുടെ കേസിൽ പറയുമ്പോൾ 50 പ്രധാനപ്പെട്ട കമ്പനികളുടെ പ്രൈസ് മൂവ്മെന്റിനെ ആധാരമാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂചിക മാത്രമാണ് എന്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലുള്ള ഈ 50 കമ്പനികളുടെ പ്രൈസ് മൂവ്മെന്റിനെ ആധാരമാക്കിയിട്ടായിരിക്കും എന്ത് ഈ ഒരു ഇൻഡെക്സ് മൂവ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ അകത്ത് തന്നെ ഈ 50 കമ്പനികൾ ഒരേ വെയിറ്റേജിലല്ല. നമ്മളിപ്പോ ഫാക്ട് ഷീറ്റ് നോക്കിയ സമയത്ത് HDFC എന്ന് പറയുന്ന സ്റ്റോക്കിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ എത്ര നമ്മൾ കണ്ടത്? 11% വെയിറ്റേജ് അതിന്റെ അകത്താണുള്ളത് എന്ന് കണ്ടു കഴിഞ്ഞു. ഇവിടെ ഏതാ 11% വെയിറ്റേജ് HDFC ബാങ്കിനാണുള്ളത് എന്ന് കണ്ടു കഴിഞ്ഞു. അപ്പൊ നിഫ്റ്റി 26,000 പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFC ബാങ്കിന്റെ അകത്ത് നല്ലൊരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതേപോലെ നിഫ്റ്റി നല്ല രീതിയിൽ കയറിപ്പോവും. HDFC ബാങ്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിഫ്റ്റിയും താഴോട്ട് വരും. അങ്ങനെ ഇതിന്റെ അകത്തുള്ള 50 കമ്പനികളുടെ മൂവ്മെന്റും മൂവ്മെന്റ് കൊണ്ടും നിഫ്റ്റിക്ക് മൂവ്മെന്റ് ഉണ്ടാവാം. ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ 10 കമ്പനികളെല്ലാം ഇന്ന് മേലോട്ടാണെന്ന് വെച്ചോളൂ, ബാക്കിയുള്ള 40 കമ്പനികളെല്ലാം താഴോട്ടും ആണെങ്കിൽ ഇതിനെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒരു സൈഡ് വേസിൽ ടു ചെറിയൊരു സ്ലൈറ്റ്ലി അപ്വേർഡ് മൂവ്മെന്റ് ആയിരിക്കും എന്തിലുണ്ടാവുക, നിഫ്റ്റിയിൽ ഉണ്ടാവുക. അങ്ങനെയാണ് ഈ സൂചിക ഉണ്ടാക്കിയേക്കുന്നത്. ഷഫീഖ് സാർ ക്ലിയർ ആയോ? ഷഫീഖ് സാർ ഒരു സെക്കൻഡ് സാർ, ഷഫീഖ് സാർ പോയോ? ഓക്കെ, ക്ലിയർ ആയി. ശരി, ഫക്രുദ്ദീൻ സാറേ. സന്തോഷ് സാറിന്റെ ക്ലാസ്സിൽ സാറ് പറഞ്ഞു ഇതിന്റെ മൂവ്മെന്റ്സ് ഒന്നും ഈ 50 കമ്പനിയിലെ മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല, എന്നിട്ടും നിഫ്റ്റി ഭയങ്കരമായിട്ട് കേറിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? സന്തോഷ് സാർ പറഞ്ഞായിരുന്നു സാറേ, അത് ഞാനിപ്പോ വേറെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പറഞ്ഞു? അല്ല, അങ്ങനെ സാറേ ഞാൻ കറക്റ്റ് ചെയ്തത്. അത് അങ്ങനെ സംഭവിച്ചാൽ മേജർ ആയിട്ടുള്ള കമ്പനികൾ ലൈക്ക് HDFC, റിലയൻസ്, ICICI പോലുള്ള കമ്പനികളുടെ മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിലും ഉണ്ടായി എന്നാണ് പറഞ്ഞത്. 50 കമ്പനികളിൽ ഉണ്ടായില്ല എന്നല്ല പറഞ്ഞത്. അല്ല, ഇതിന്റെ അകത്തുള്ള കമ്പനികൾ മൂവ് ചെയ്താൽ മാത്രമേ നിഫ്റ്റി മൂവ് ചെയ്യുള്ളൂ. അതന്നെ, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിൽ ഏതെങ്കിലും ഒന്നോ ഇപ്പൊ HDFC, ICICI ഒന്നും മൂവ് ചെയ്തില്ല എന്ന് വെച്ചോളൂ, ഇതൊക്കെ സൈഡ് വേസ് നിന്നു. പക്ഷെ ബാക്കിയുള്ള കമ്പനികൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി മൂവ് ചെയ്യും. ഇനി ബാക്കി 49 കമ്പനിയും വലിയ കാര്യമായിട്ട് മൂവ് ചെയ്തില്ല, HDFC മാത്രം മൂവ് ചെയ്തു എന്ന് വെച്ചോളൂ, എന്നാലും നിഫ്റ്റി മൂവ് ചെയ്യും. കാരണം മേജർ പെർസെന്റേജ് HDFCയുടെ കയ്യിലാണുള്ളത്. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള കമ്പനികളുടെ മൂവ്മെന്റിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻഡെക്സ് മൂവ് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? സാറ് പറഞ്ഞപ്പോ ചിലപ്പോ നമ്മൾ അത് മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു പോയി? സർ, സന്തോഷ് സാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, മേജർ കമ്പനികളായിട്ടുള്ള HDFC, റിലയൻസ്, ICICI ഇവകളുടെ മൂവ്മെന്റ് ഉണ്ടായില്ലെങ്കിൽ കൂടി നിഫ്റ്റിയിൽ നല്ല മൂവ്മെന്റ് മൂവ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കറക്റ്റ് അല്ലേ? അതന്നല്ലേ നമ്മൾ 50 കമ്പനിയുടെ കാര്യം പറഞ്ഞത്? അതെ പ്രമോദ് സാർ. അപ്പൊ ബാക്കിയുള്ളവർ കേട്ടപ്പോ ചെറിയ കൺഫ്യൂഷൻസ് വന്നതായിരിക്കാം. അല്ല, സന്തോഷ് സാറിന്റെ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. അതന്നെ സന്തോഷ് സാർ പറഞ്ഞത് അങ്ങനെ തന്നെ. കാരണം ഇപ്രാവശ്യം ബാങ്ക് നിഫ്റ്റി കുറച്ച് കൂടിയല്ലോ. ഒരാൾ പറയോ? HDFC, റിലയൻസ്, ICICI ബാങ്ക് ഒന്നും മൂവ് ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ള മൂവ്മെന്റ്സ്, ബാക്കിയുള്ള കമ്പനികളൊക്കെ നന്നായി പെർഫോം ചെയ്താലും കേറുമല്ലോ. കേറും, ഒരു സംശയമില്ല, കേറും. അങ്ങനെ ആയിരിക്കും ഇപ്രാവശ്യം കേറിയിട്ടുണ്ടാവുക. അതെ, അതന്നെ പറഞ്ഞത് സന്തോഷ് സാർ പറഞ്ഞത് അങ്ങനെ തന്നെ. അതെ. അപ്പോ ചെറിയ മിസ്കൺസെപ്ഷൻ ആയിരിക്കും സാർ. അത് ശ്രദ്ധിച്ചാൽ മതി. ഈ 50 കമ്പനികളിൽ മൂവ്മെന്റ് ഉണ്ടായാൽ മാത്രമേ നിഫ്റ്റിയുടെ അകത്ത് മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ.
ഇനി അടുത്തൊരു സാധനം എന്ന് പറയുന്നത് അതിൽ തന്നെ പിന്നെ ബാക്കിയുള്ള കമ്പനികൾ ഒന്നും മൂവ് ചെയ്തില്ല, ഈ ഹെവി വെയ്റ്റ്സ് മാത്രം ഒരു ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാവും. ഇനി വേറൊരു സെനാരിയോ കൂടി പറഞ്ഞുതരാം. ഇപ്പൊ HDFC ബാങ്ക് മേലോട്ടും പോയി റിലയൻസ് താഴോട്ടും പോയി, എന്ത് സംഭവിക്കും? കാര്യമായിട്ടുള്ള മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, അതെ, ന്യൂട്രലായി മാറും. അതുകൊണ്ടാണ് ഇൻഡെക്സുകൾ ഈ സ്റ്റോക്ക് പോലല്ല. സ്റ്റോക്കുകൾ സാധാരണ ഒരു 5% 10% കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി അല്ലേ? ചില സ്റ്റോക്കുകൾ കണ്ടില്ല നിങ്ങൾ, ഈവൻ നമ്മുടെ നിഫ്റ്റി 50 ടാറ്റ മോട്ടോഴ്സ് ഒക്കെ പോയിട്ട് അപ്പർ സർക്യൂട്ട് അടിച്ച സമയങ്ങളുണ്ട്. പൊതുവേ ചെറിയ സ്റ്റോക്കുകൾ, അതായത് ഏറ്റവും ചെറിയ ക്വാളിറ്റി കുറഞ്ഞ വോളിയം കുറഞ്ഞ സ്റ്റോക്കുകളാണ് അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് ഒക്കെ അടിക്കുന്നത് കാണാറുള്ളത്. മേജർ സ്റ്റോക്കുകളൊക്കെ വളരെ റെയർ ആയിട്ട് അപ്പർ സർക്യൂട്ട് അടിക്കാറുള്ളൂ. പക്ഷെ നമ്മൾ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള മേജർ ആയിട്ടുള്ള സ്റ്റോക്കുകൾ പോലും അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് ഒക്കെ അടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഉള്ളിൽ, ഒരു വർഷം 1 ഇയർ ബാക്കറ്റാണ് ടാറ്റ മോട്ടോഴ്സ് ലോവർ സർക്യൂട്ട് അടിച്ചു പോയിട്ട് 2 പ്രാവശ്യം ലോവർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവിക്കും. പക്ഷെ ഇൻഡെക്സിൽ നിങ്ങൾ അങ്ങനെ കാണുന്ന പറയുന്നത് റെയറാ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 50 കമ്പനികളുണ്ട്, ഒന്നും കുറെ എണ്ണം മേലോട്ട് പോകുമ്പോൾ കുറച്ചെണ്ണം താഴോട്ടായിരിക്കും. അതിന് അഡ്വാൻസ് ഡിക്ലൈൻസ് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അകത്തൊക്കെ ചില ന്യൂസ് സൈറ്റുകളിലൊക്കെ കാണാം. ഇത്ര സ്റ്റോക്കുകൾ നിഫ്റ്റി 50 30 സ്റ്റോക്ക് അഡ്വാൻസ് ആണ്, അതായത് മേലോട്ടാണ്, 20 സ്റ്റോക്ക് ഡിക്ലൈൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോ ഈ 50 സ്റ്റോക്കുകളിലുള്ള മൂവ്മെന്റ് മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നിഫ്റ്റിനെ മൂവ് ചെയ്യിക്കുള്ളൂ. ക്ലിയർ? സാറേ ഈ നിഫ്റ്റിയുടെ സ്വന്തം നിലയിൽ ഒരു മൂവ്മെന്റ് വരില്ല ബൈയിങ് പവർ കൊണ്ട്? ഇല്ല, നിഫ്റ്റിക്ക് അങ്ങനെ സ്വന്തമായിട്ട് ഒരു നിലയില്ല. അതാണ് സന്തോഷ് സാർ ഉദ്ദേശിച്ചത്, വേറെ എന്തോ കാരണം കൂടി ഉണ്ടെന്ന്. ഇല്ല, നിഫ്റ്റിക്ക് അങ്ങനെ സ്വന്തമായിട്ടുള്ള ലെവലില്ല. നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്യൂർലി ബേസ്ഡ് ഓൺ അണ്ടർലൈങ് സ്റ്റോക്സ് ആണ്. അല്ലാതെ ഇപ്പൊ ഫ്യൂച്ചർ കുറെ പേര് വാങ്ങാൻ തയ്യാറായ അതിൽ ഫ്യൂച്ചറിലെ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ, നിഫ്റ്റി മൂവ് ചെയ്യില്ല. ഇല്ല. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, നിഫ്റ്റി 50 കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ 50 സ്റ്റോക്സ്. ഇതാണ്, ഇത് കൂടെ വായിച്ചു നോക്കിയാൽ മതി. നിഫ്റ്റി 50 ഇൻഡെക്സ് ഈസ് വെൽ ഡൈവേഴ്സിഫൈഡ് ബൈ 50 കമ്പനീസ്, ഇൻഡെക്സ് റിഫ്ലക്ടിങ് ഓവറോൾ കണ്ടീഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ അകത്ത് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സ് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് വേറൊരു ഏതെങ്കിലും ഒരു സ്റ്റോക്കിന്റെ ഡെറിവേറ്റീവ്സ് ഒന്നും ഇതിന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ആ കമ്പനികളിൽ നിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ കമ്പനികൾ മാത്രം വെച്ചിട്ടാണ് ഇൻഡെക്സ് ഉണ്ടാക്കിയേക്കുന്നത്. മറ്റേതിപ്പോ ഫ്യൂച്ചർ ഇപ്പം ചിലപ്പോൾ നിഫ്റ്റി 50 പോലെ അല്ലാതെ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ മൂവ് ചെയ്യാം. അതായത് നിഫ്റ്റി ചിലപ്പോൾ ഒരു 10 പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചിലപ്പോൾ 10 30 പോയിന്റ് 40 പോയിന്റ് അധികം മൂവ് ചെയ്യാം. അതൊക്കെ സാധാരണ, കാരണം അത് ഇതിന്റെ അകത്ത് ബൈയിങ് പ്രഷർ ഉണ്ടായേച്ചാൽ മാത്രം മതി. അത് മനസ്സിലായോ? അതുകൊണ്ടാണ് ചില സമയത്ത് നിങ്ങൾ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇപ്പൊ നിഫ്റ്റി 26,000 നിൽക്കുന്നതെങ്കിൽ ചില സമയത്ത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ 26,100 ഉണ്ടാവുക. ചിലപ്പോൾ 25,900 നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയാറുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈയിങ് പ്രഷർ കൂടുതലുണ്ട്, ഡിമാൻഡ് കൂടുതലുണ്ട് ഫ്യൂച്ചറിൽ. ഇവിടെ ഡിമാൻഡ് കുറവാണ് ഫ്യൂച്ചറിൽ. ഫ്യൂച്ചർ ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ക്ലിയർ? സാറേ ഈ നിഫ്റ്റി ഫ്യൂച്ചറിന് ഇൻഡെക്സ് ഉണ്ടോ? ഫ്യൂച്ചറിന് എന്ത് ഇൻഡെക്സ് ഇല്ലല്ലോ, സ്റ്റോക്ക് വെച്ചിട്ടല്ലേ ഇൻഡെക്സ്. അതെ, ഫ്യൂച്ചറിന് പ്രത്യേക ഇൻഡെക്സ് ഒന്നും ഇല്ലല്ലോ. അതായത് ഇൻഡെക്സിന്റെ മുകളിൽ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഫ്യൂച്ചറിന്റെ മുകളിൽ ഇൻഡെക്സ് ഉണ്ട് എന്നുള്ളതല്ല, ഇൻഡെക്സിന്റെ മുകളിൽ ഫ്യൂച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയാണല്ലോ നിഫ്റ്റി 50 ഒക്കെ ഇൻഡെക്സ് ഫ്യൂച്ചറും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ്സ്. അത് നേരെ തിരിച്ചല്ല, ഇവിടുന്ന് അങ്ങോട്ടാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് ക്ലിയർ ചെയ്തിട്ട് പോയി, ഞാൻ സാവധാനം പറയുന്നത് ഓരോ സംശയം തീർത്ത് പറയുന്നത് ഇത് ക്ലിയർ ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ആവശ്യത്തിന് സമയം വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് പോവാലോ. ഈ ETF-ഉം മ്യൂച്വൽ ഫണ്ടും തമ്മിലേ അതിന്റെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇന്നലെ നമ്മളൊരു വ്യത്യാസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്തായിരുന്നു ആ ഒരു വ്യത്യാസം പറഞ്ഞത്? അവർക്ക് സാർ ഒന്ന് ഓർത്ത് നോക്കിയാ. ഇന്നലെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിന്റെ ഒന്ന് റെക്കോർഡിംഗ് ഒന്ന് കേട്ട് നോക്കിയാൽ അതിന്റെ അകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ETF എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് നിഫ്റ്റിന്റെ മുകളിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ETF-ന്റെ അകത്ത് വരിക. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ആ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഏതൊക്കെ സ്റ്റോക്ക് വേണം വേണ്ട എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതാണ് മേജർ ഡിഫറൻസ്. ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്നലത്തെ ക്ലാസ്സിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് സാർ ഒന്ന് കേട്ടു. പിന്നെ വേറെ എന്താ ഉള്ളത്? ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോയാൽ മതി കേട്ടോ. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കണ്ട, ചോദിച്ചാൽ അബദ്ധമാവുന്നൊന്നും വിചാരിക്കണ്ട. നിങ്ങളെക്കാട് വലിയ അല്ല, ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, വലിയ അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ ഒക്കെ വന്നിരുന്ന് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അബദ്ധങ്ങളൊന്നും ഒരു പ്രശ്നമില്ല.
ഇനി അങ്ങനെ പേടിച്ചിട്ട് നമുക്ക് ഒരു സംശയം ചോദിക്കാനുള്ള ഒരു മടി അതാണല്ലോ, ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും അബദ്ധമായി പോകുന്നില്ല. ഞാനത് ചോദിക്കാൻ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് ചില പ്രൈവറ്റ് പാർട്ടീസ്, ഇപ്പൊ ഉദാഹരണം ഗ്രോ, അതുപോലെ മോത്തിലാൽ ഓസ്വാൾ, ഇവരൊക്കെ ETF-ന്റെ അതിന്റെ അടുത്ത് പേര് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അടുത്ത് എന്ത് പേര് കണ്ട്? ഇന്നലെ ഒരു ഗ്രോ ETF ഫണ്ട് എന്ന് എന്തോന്ന് കണ്ടു. അത് അവര് ആ കമ്പനിയാണ് ആ ETF-നെ മാനേജ് ചെയ്യുന്നതെന്ന്. അതായത് ETF-ൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ETF ഇപ്പൊ നിഫ്റ്റി 50-യുടെ ETF, ഇപ്പൊ ETF നിങ്ങൾ നിഫ്റ്റി 50 എന്ന് പറഞ്ഞിട്ട് കാണുവാണ്. ഇത് ഡിഫറെന്റ് കമ്പനികൾ ഈ ETF ഉണ്ടാക്കും. അതായത് നിപ്പോന്റെ നിഫ്റ്റി 50 ETF ഉണ്ടാവും, ഗ്രോഡ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവും, പിന്നെ മോത്തിലാൽ ഓസ്വാളിന്റെ ETF ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതെല്ലാം ബേസ് ചെയ്യുന്ന നിഫ്റ്റി 50-നെയാണ്. അതൊക്കെ ഇവരാണ് അതിന്റെ ഫണ്ടിനെ മാനേജ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇതിന്റെ അകത്തുള്ള സ്റ്റോക്ക് തീരുമാനിക്കുന്നത് ഇവരാരും അല്ല, അത് സ്റ്റോക്ക് തീരുമാനിക്കുന്നത് എക്സ്ചേഞ്ച് ആണ്. HDFC-യുടെ ഉണ്ടാവും, പിന്നെ ഈ നിഫ്റ്റി 50 ETF, ICICI-യുടെ ഉണ്ടാവും. സ്റ്റോക്ക് തീരുമാനിക്കുന്ന ആരാന്ന് പറഞ്ഞ? സ്റ്റോക്ക് തീരുമാനിക്കുന്ന ETF-ന്റെ സ്റ്റോക്ക് ആരാ തീരുമാനിക്കാം? പിന്നെ നിഫ്റ്റി അതായത് എക്സ്ചേഞ്ച് ആണ് തീരുമാനിക്കുക. നിഫ്റ്റിയുടെ അകത്ത് ആരാ സ്റ്റോക്ക് ETF-കളെല്ലാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരേപോലെ ഗ്രോത്ത് ഉണ്ടാവുക? അതെ, ഏതാണ്ട് ഒരേപോലെയാണ് ഗ്രോത്ത് ഉണ്ടാവുക. സ്ലൈറ്റ് വേരിയേഷൻ, അതായത് എക്സ്ട്രീംലി മൈനർ വേരിയേഷൻസ് ഉണ്ടാവും. അതിന് സാധാരണ പറയാ ട്രാക്കിംഗ് എറർ എന്നാണ് പറയാ. അത് പൊതുവെ അതൊക്കെ എന്താ പറയാ, ഇപ്പൊ നിലവിൽ നമ്മളെ സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ അത്യാവശ്യം മ്യൂച്വൽ ഫണ്ട് കമ്പനികളൊക്കെ ട്രാക്കിംഗ് എറർ വളരെ കുറവ് തന്നെ. ചില കമ്പനികളെ ട്രാക്കിംഗ് എററുകൾ ഉണ്ടാവാം, അത്രേ ഉള്ളൂ. അതിന്റെ മുകളിൽ ഒരു പരിധി കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ പോകണ്ട. ഇത്രേ ഉള്ളൂ. ഈ കമ്പനികൾ മാനേജ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. സ്റ്റോക്കുകൾ തീരുമാനിക്കുന്ന എക്സ്ചേഞ്ച് ആണ്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിലാക്കാനൊന്നും പറ്റുന്ന ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ട്രാക്കിംഗ് എററുകൾ ചിലപ്പോൾ ഉണ്ടാവും, അതേ ഉള്ളൂ. ക്ലിയർ? പിന്നെ അതിൽ പിന്നെ സെക്ടേഴ്സ് ഉണ്ടാവുന്നു മാത്രല്ലേ? സെക്ടേഴ്സ് സെക്ടറൽ ETF-കളിൽ. അപ്പൊ നിഫ്റ്റി മനസ്സിലായല്ലോ. ഇതിന്റെ അകത്ത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒരു വട്ടം, രണ്ടു വട്ടം, മൂന്ന് വട്ടം ചോദിക്കില്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ചെയ്തു. നേരത്തെ ചോദിച്ചതന്നെ ഒന്നുകൂടി ചോദിക്കുന്നത്, നമ്മളെ ഈ വെയിറ്റേജ് വരുന്നതിനനുസരിച്ചാണ് നമ്മളെ ഇത് കൂടി വരുന്നത്. അവരെ പ്രൈസിന്റെ അടിസ്ഥാനമാക്കിയല്ലോ ഇത് കൂടുക? പ്രൈസിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണോ? അല്ല, പ്രൈസ് അടിസ്ഥാനമാക്കിയല്ലോ. ഇപ്പൊ 26 25 എത്തണത് ഈ വെയിറ്റേജ് ആക്കിയിട്ടാ വരിക. അതായത് അതിപ്പോ എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. അല്ല അത് ക്ലിയർ ചെയ്തിട്ട് പോവാം ഷഫീഖ് സാറേ. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നിങ്ങൾക്ക് അത് പിന്നെ കംപ്ലീറ്റ് പിന്നെ ഒരു ഡൗട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ അതിന് ഒരു എക്സാമ്പിൾ എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ ആക്കിയിട്ട് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അല്ല, ഞാൻ ജസ്റ്റ് ഇന്നിപ്പോ ഒരു നിഫ്റ്റി ഇപ്പൊ ഒരു 25, ഇന്നിപ്പോ 25 100 എത്തി വിചാരിച്ച, ആ 100 എന്തുമേലെ അയക്കാറൊക്കെ ഇപ്പൊ കൂടി വരുന്നത്. അതായത് ഇന്ന് ഇപ്പൊ നിഫ്റ്റി 26,000 നിന്ന് 26,100 എത്തി. ഈ 100 പോയിന്റ് കൂടാൻ ആരാണ് ഹെൽപ്പ് ചെയ്തതെന്നല്ലേ ഇതിപ്പോ കുറച്ച് കൂടിപ്പോയോ? ഇത് 0 വേണ്ട അല്ലെ? ഇതാണ് ഈ 100 പോയിന്റ് മൂവ് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെ? ഈ 100 പോയിന്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത് ഇതിന്റെ ഉള്ളിലുള്ള നിഫ്റ്റിയിലുള്ള 50 കമ്പനികളുടെ പ്രൈസിന്റെ മൂവ്മെന്റ് ആയിരിക്കും. 50 കമ്പനിയുള്ള പ്രൈസിന്റെ മൂവ്മെന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ 100 പോയിന്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ചിലപ്പോ ഇതിന്റെ അകത്ത് HDFC കുറച്ച് കയറിയിട്ടുണ്ടാവും. HDFC ഒരു 10 പോയിന്റ് ഇതിന്റെ അകത്ത് കയറിയിട്ടുണ്ടാവാം. റിലയൻസ് എന്ന് പറയുന്ന ഒരു 5 പോയിന്റ് കയറിയിട്ടുണ്ടാവാം. അങ്ങനെ ഈ 50 കമ്പനികൾ ഉണ്ടല്ലോ, അതിൽ കുറെ എണ്ണം മൈനസ് തന്നതും കുറെ എണ്ണം പ്ലസ് മൂവ് ചെയ്തതും ഒക്കെ വെച്ചിട്ട് ടോട്ടൽ അൾട്ടിമേറ്റ്ലി ആയിരിക്കും ഈ 100 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. അല്ല, ഇവർ ഈ പ്രൈസ് റിലയൻസിന്റെ ഒരേ പ്രൈസിൽ ഒരു 10 രൂപ കൂടി ഇതൊരു 10 ഇല്ല, 10 കൂടൂല. 10 അത് ഡിഫറെന്റ് അല്ല, അത് പെർസെന്റേജിന്റെയും ഡിഫറെന്റ് അല്ല വെയിറ്റേജിന്റെയും അനുസരിച്ചാണ് വരിക. ആ ഒരു എക്സാക്ട് കാൽക്കുലേഷന്റെ മുകളിലേക്ക് നമ്മൾ പോയാൽ നമ്മളെ കിളിപാറി പോകും. കിട്ടാനുള്ള വകുപ്പുണ്ട്. അതായത് ഇന്നത്തെ നിഫ്റ്റിയുടെ മൂവ്മെന്റിൽ എത്ര പോയിന്റ് ആണ് റിലയൻസിന്റെ കോൺട്രിബ്യൂഷനും എത്ര പോയിന്റ് ആണ് HDFC-യുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് നമുക്ക് മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ നമുക്ക് അറിയാനും പറ്റും. പക്ഷെ അതിന്റെ മുകളിലേക്ക് പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതല്ലേ, ചില ചിന്തകൾക്ക് അന്തമില്ല, ചില ചിന്തകൾക്ക് അറ്റമില്ല എന്നൊക്കെ പറയില്ല. അതങ്ങനെ സ്റ്റോക്കിന് നമ്മൾ ഡെയിലി അവരെ പൈസ വെച്ചിട്ടാണ് സ്റ്റോക്കിന്റെ കമ്പനിയിൽ കൂടി പോകണം. പക്ഷെ നിഫ്റ്റിന്റെ അങ്ങനെ എത്രയെന്ന് വെച്ചാല് MRF-ന്റെ ഒക്കെ 1 ലക്ഷത്തിലേറെ ഉണ്ടല്ലോ.
അതെ 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 അത് Price. ഡിഫറൻസ് പെർസെന്റേജും കൂടെ കണക്കാക്കും വെയിറ്റേജും കൂടെ കണക്കാക്കുമല്ലോ. അങ്ങനെ മൂവ് ഓക്കെ ചെയ്യുള്ളൂ. ഓക്കെ. ഓക്കെ ഓക്കെ സാറേ വെയിറ്റേജ് ഒറ്റ കാര്യം കൂടെ ഫക്രുദ്ദീൻ സാർ, ഞാൻ അങ്ങോട്ട് വരാം. അല്ല എന്താണെന്നറിയോ, ഷഫീഖ് സാറിന് അത് കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ വരെ. അപ്പൊ ഈ സാധനം നമുക്ക് അറിയാനുള്ള മാർഗമുണ്ട്. ഇപ്പൊ HDFCയുടെ മൂവ്മെന്റ് കൊണ്ട് ഇന്ന് നിഫ്റ്റിയിൽ എത്ര പോയിന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ വയ്യെ പോണ്ടെന്ന് ഞാൻ പറയാം. ഇനി പിന്നെ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. ഇത് ബേസിക്കായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ എത്രയും പിന്നെ ഇൻഡപ്തിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. ഇതിനുള്ള മാർഗങ്ങളുണ്ട്. ഈ ഡാറ്റ മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ തന്നെ ചില സൈറ്റുകളുടെ അകത്ത് കിട്ടാറുണ്ട്. അതിന്റെ വയ്യെ പോയിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. അത് പിന്നെ അങ്ങനെ ഒരു ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫക്രുദ്ദീൻ സാർ പറയൂ. സാറേ ഈ വെയിറ്റേജ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടല്ലേ? അതെ 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 അതെ. അപ്പൊ ആ ഡിഫറൻസ് പറയാം. ഇത് കണ്ടില്ലേ, കമ്പ്യൂട്ടഡ് യൂസിങ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ചാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. അതെ, പ്രൈസ് മൂവ്മെന്റ് അനുസരിച്ചാണ് ഇൻഡെക്സ് മൂവ് ചെയ്യുന്നത്. ആ ഒരു വെയിറ്റേജും പ്രൈസും വരും. അല്ല, വെയിറ്റേജ് അനുസരിച്ചാണല്ലോ ഇത് ഓർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതെ പക്ഷെ പ്രൈസ് മൂവ്മെന്റ് ആണല്ലോ അതിന് മാറ്റം വരുത്തുന്നത്. അതെ 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 അതാണ് ആ ഡിഫറൻസ്. അതെ. അതുകൊണ്ടാണ് ഈ HDFC 10 പോയിന്റ് മൂവ് ചെയ്താൽ നിഫ്റ്റിയിൽ അതൊരു മേജർ മൂവ്മെന്റ് ആയിരിക്കും. റിലയൻസ് 10 പോയിന്റ് മൂവ് ചെയ്താൽ നിഫ്റ്റിയിലെ മേജർ മൂവ്മെന്റ് ആയിരിക്കും. എന്നാൽ ഏറ്റവും താഴെയുള്ള ഒരു NTPC 10 പോയിന്റ് മൂവ് ചെയ്താൽ NTPCയുടെ സ്റ്റോക്ക് പ്രൈസ് കുറവാ. അതിന്റെ അകത്ത് 10 പോയിന്റ് പെർസെന്റേജ് വൈസ് അത് 1% മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പാക്ട് നിഫ്റ്റിയുടെ മുകളിൽ ഉണ്ടാവില്ല. വരത്തില്ല. പെർസെന്റേജിൽ ചിന്തിക്കണേ. 10 പോയിന്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പെർസെന്റേജ് ചിന്തിച്ചാൽ മതി. സാർ അങ്ങനെയാണെങ്കിൽ നമ്മള് റിലയൻസ് ആണല്ലോ കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. അല്ല, HDFC ആണ് കൂടുതൽ ഇത് കാണുന്നത് വെയിറ്റേജ് അല്ലേ? HDFCക്കാണ് കൂടുതലുള്ളത്. മാർക്കറ്റ് ക്യാപ്പ് റിലയൻസിന്റെ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് റിലയൻസ് ഗ്രൂപ്പിന്റെ മാർക്കറ്റ് ക്യാപ്പ് ആയിരിക്കും. റിലയൻസിൽ തന്നെ മൾട്ടിപ്പിൾ കമ്പനികൾ ഉണ്ടാവും. ക്ലിയർ? ഇപ്പൊ ഈ അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഏറ്റവും ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. നേരത്തെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ, അതായത് HDFCനെക്കാട്ടിലും വെയിറ്റേജ് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് അവരെന്ത് ചെയ്തത്, റിലയൻസിനെ ഡീമർജ് ചെയ്തിട്ട് റിലയൻസിനെ മറ്റേ ജിയോ ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയും റിലയൻസ് ഇൻഡസ്ട്രീസും പറഞ്ഞിട്ടുള്ളത് രണ്ടും സെപ്പറേറ്റ് കമ്പനിയാക്കി. അങ്ങനെ സെപ്പറേറ്റ് കമ്പനിയാക്കിയപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനിനേക്കാളും മാർക്കറ്റ് ക്യാപ്പ് കൂടുതലുള്ളത് HDFC ആവുകയും HDFC ടോപ്പിലേക്ക് പോവുകയും ചെയ്തു. അതിന്റെ മുമ്പേ റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി ആയിരുന്നു ഫസ്റ്റിൽ ഉണ്ടായിരുന്നത്. ക്ലിയർ? ഓക്കെ. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് നോക്കുമ്പോൾ അംബാനി അല്ലേ കൂടുതൽ കാശുള്ള ആള് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് തന്നെ മൾട്ടിപ്പിൾ കമ്പനി ഉണ്ടല്ലോ. റിലയൻസിന്റെ വേറെ എത്ര കമ്പനി ഉണ്ട്? സംശയം സാറേ. പറയൂ സാർ. സാർ നമ്മൾ ഈ ഫ്യൂച്ചർ എടുക്കുമ്പോൾ സാറോട് മെസ്സേജ് കിട്ടിയിരുന്നു, ഇത്ര ഡിഫറൻറ്റ് എങ്ങനെയാ വരുന്നത്? നമ്മുടെ LTP അതാ ഞാൻ നേരത്തെ പറഞ്ഞ, അതാ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പോ റിലയൻസ് അല്ല ഈ നിഫ്റ്റി 50യുടെ മൂവ്മെന്റ് നമ്മൾ ഈ സ്റ്റോക്ക് കൊണ്ടുള്ള മൂവ്മെന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ആക്ച്വലി എന്തുള്ളത്, ഫ്യൂച്ചർ ഉള്ളത്. പക്ഷെ ഫ്യൂച്ചർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ തള്ളിക്കയറി വന്നിട്ട് അവിടെ ഒരു ഡിമാൻഡ് വരുവാണെങ്കിൽ ഈ നിഫ്റ്റിയുടെ പ്രൈസിനേക്കാളും മുകളിലായിരിക്കും ഫ്യൂച്ചറിന്റെ പ്രൈസ് ട്രേഡ് ചെയ്യുക. അപ്പൊ നമുക്ക് മനസ്സിലാവാം നിഫ്റ്റി പിന്നെ എന്താ പറയാ പ്രീമിയത്തിലാണ് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നിൽക്കുന്നതെന്ന് പറയും. പ്രീമിയത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രൈസ് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഈ പ്രീമിയം നമ്മൾ ഓപ്ഷൻ പ്രീമിയം ഒന്നും ഇതാവണ്ട. അതായത് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി അതല്ല, നിഫ്റ്റി ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല നിഫ്റ്റിയുടെ ഫ്യൂച്ചർ വാങ്ങാനുള്ളെങ്കിൽ ഇതിന്റെ പ്രൈസ് ചിലപ്പം നിഫ്റ്റിയുടെയും താഴെയായിരിക്കും. ആ സമയത്ത് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസ് ഡിസ്കൗണ്ടിലാണ് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. 250 പോയിന്റാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഡിഫറൻറ്റ് വന്നിരിക്കുന്നത് സാധാരണയാ സാർ. അതല്ലേ? അതുമാതിരി സാറേ ഇന്നലെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കാണിക്കുന്നതല്ല, നേരം വിളിക്കുമ്പോൾ എല്ലാം തല തിരിച്ചാ കാണിക്കുക. ചിലപ്പോ നമ്മള് ട്രേഡിംഗ് ബാലൻസ് ചിലപ്പോ 60,000 ഉണ്ടെങ്കിൽ ഇന്ന് 30,000 കാണുള്ളൂ. എന്തുകൊണ്ടാന്നാ ഞാൻ പറഞ്ഞത്? സെറ്റിൽമെന്റാ അല്ല, രാത്രി അതായത് മാർക്കറ്റ് ക്ലോസ് ആവുന്ന സമയത്താണ് ഈ അപ്ലിക്കേഷന്റെ അകത്ത്
നമ്മളെ മൊബൈൽ ആപ്ലിക്കേഷൻസ്, ട്രേഡിങ്ങിന്റെ ആപ്ലിക്കേഷൻസും വെബ്സൈറ്റും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതായത് ടിക്ക് ബൈ ടിക്ക് ഡാറ്റ, അതായത് സെക്കൻഡിലല്ല അപ്ഡേറ്റ് വരുന്നത്, അതിനേക്കാളും ചെറിയ മൈക്രോ സെക്കൻഡിലായിരിക്കും എന്ത് വരുന്നുണ്ടാവുക, അപ്ഡേറ്റ് വരുന്നുണ്ടാവുക. അപ്പൊ രാവിലെ തൊട്ട് ഒരുത്തനെ ഇങ്ങനെ പണിയെടുപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ലേശം റെസ്റ്റ് ഒക്കെ അതിന് വേണ്ടേ? അപ്പോൾ അവിടെയുള്ള ആൾക്കാർ സെർവറൊക്കെ പോയിട്ട് അടിച്ചു വാരി തുടച്ചിരുന്ന സമയത്ത് നമ്മൾ ഇത് പോയി നോക്കുക. അപ്പൊ ആ തുടച്ചു വരുന്നവന് ടേബിൾ കുറച്ചൊന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടാവും, ഫയലൊന്നും എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ സാധാരണ 9 മണിയാകുമ്പോഴേക്ക് ഇതെല്ലാം ലെവലാക്കിയിട്ട് ഓല ഓപ്പൺ ആക്കുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് കാണും. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അല്ല നമ്മള് വിചാരിക്കും ഇത്ര ട്രേഡിംഗ് ബാലൻസ് ഉണ്ടെന്ന് വിചാരിക്കും നമ്മള്, നേരെ പകുതി കാണുള്ളൂ. അതിപ്പോ അതാ ഞാൻ പറഞ്ഞത്, 9 മണിയാകുമ്പോ പോയി നോക്കിയാൽ മതി. ഇത് ഇടക്കിടക്ക് ഇങ്ങനെ പോയി നോക്കി വെച്ചിട്ട് അത് ഗ്രോ ചെയ്യൊന്നും ഇല്ലല്ലോ. നമ്മൾ മറ്റേ ചെടി കുഴിച്ചിട്ട പോലെ ചെയ്യണ്ടല്ലോ. ദിവസവും രാവിലെ പോയിട്ട് ഇത് വേര് പൊളിച്ചിട്ടുണ്ടോ എന്ന് ആരെയും പൊളിച്ചു നോക്കുക. ഇനി പ്രവീൺ സാർ അല്ല അങ്ങനല്ല പ്രവീൺ സാറേ, ഇനി എന്ത് ചെയ്താൽ മതി അറിയാം. ഇനി അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ രാവിലെ നടത്തും നമ്മളെ എക്സ്ചേഞ്ചിന് NSE മുമ്പ് കൂടെ പോയിട്ടൊന്ന് നടന്നു നോക്കാം. അവിടെ ബോംബെയിലല്ല ഉള്ളത്. മറ്റേ ശരിയായിട്ട് സാറേ, മറ്റേ നമ്മുടെ ബ്ലാക്ക് ഇന്ന് ശരിയായി. ശരിയായില്ലേ? അങ്ങനെ ശരിയാവാ നമ്മൾ വിടൂലല്ലോ. ആ ടെൻഷൻ ഇല്ല സാറിന്. ഓക്കെ, പിന്നെ വേറെന്താ ഉള്ളത്? വേറെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകും. ഓക്കെ ആണ്, ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിനെ പോയി നോക്കാം. ഞാൻ നിഫ്റ്റിയുടെ ഇൻഡെക്സോഗ്രാം ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻഡിസസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി ബാങ്ക് നിഫ്റ്റി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ബാങ്ക് നിഫ്റ്റി ഒരു പ്രത്യേക സെക്ടറിന്റെ ഇൻഡെക്സ് ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് ബാങ്ക് നിഫ്റ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡെക്സിൽ സെക്ടറിന്റെ ഇൻഡെക്സ് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടോ, നിഫ്റ്റി ബാങ്ക് എന്ന് ഇവിടെ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ എല്ലാ സാധനവും എന്തുണ്ട്, ഇവിടെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 100% ഫിനാൻഷ്യൽ സർവീസ് ആണെന്ന് നമുക്കറിയാം, കാരണം ബാങ്ക് മാത്രമല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഉള്ള ഈ ഫാക്ട് ഷീറ്റ് ഒന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുകയാണ്. ഇത് കണ്ടോ, ഇതിന് ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു PDF ഓപ്പൺ ആയിട്ട് വരും. ആ PDF ആണ് NSE ഇൻഡെക്സോഗ്രാം. അത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സോഗ്രാം ആണെന്നുള്ളത് നമുക്കിത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ കണ്ടോ, NSE ഇൻഡെക്സോഗ്രാം, നിഫ്റ്റി ബാങ്ക്. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് വായിച്ചു നോക്കാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കംപ്രൈസസ് ഓഫ് ദ മോസ്റ്റ് ലിക്വിഡ് ആൻഡ് ലാർജ് ഇന്ത്യൻ ബാങ്കിങ് സ്റ്റോക്സ്. It provide investors and market intermediates at benchmark that captures capital market performance in the Indian banks. അപ്പോ ഇത് നമ്മൾ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇന്ത്യൻ ബാങ്കുകളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവഴി സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്ത പോയിന്റ് ആണ് ഇതിന്റെ അകത്ത് പ്രത്യേകത. ബാങ്ക് നിഫ്റ്റിയിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ദ ഇൻഡെക്സ് കംപ്രൈസസ് ഓഫ് മാക്സിമം 12 കമ്പനീസ് ലിസ്റ്റഡ് ഓൺ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇവിടെ നിഫ്റ്റി 50 50 സ്റ്റോക്കിൻ്റെതാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എത്ര സ്റ്റോക്കേ ഉള്ളൂ? 12 സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് കമ്പ്യൂട്ടഡ് യൂസിങ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെ. Any Nifty Bank Index can be used for variety of purpose such as benchmarking fund portfolio, launching of index fund and ETF, index variant, Nifty Bank total return index. അതാണ് അതിന്റെ വേരിയൻസ്. ഇത്രയും സാധനമാണ് ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് ഇതിന്റെ മുകളിൽ കാണാനുള്ളത്. ബാക്കി അതിന്റെ ഡീറ്റെയിലിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങളും കൂടെ പറയാം, എന്നിട്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലിന്റെ അകത്തേക്ക് പോവാം. നിങ്ങൾ പുതുതായിട്ട് അറ്റൻഡ് ചെയ്യുന്ന, ഇന്ന് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ അകത്ത് ഒരു മെസ്സേജ് ഇടുന്നത് നല്ലതാണ്. എങ്ങനെയാണ് നിങ്ങൾ രാവിലത്തെ ബേസിക് ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് തരുന്നുണ്ടാവും. നിങ്ങൾ ആദ്യം എന്തൊക്കെ കാണണം എന്നുള്ളതിന്റെയും ബ്രീഫ് ഞാൻ തരുന്നുണ്ടാവും. അപ്പൊ ഇതാണ് ഫസ്റ്റ് പറയാനുള്ളത്. രണ്ടാമത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് വേണമെന്നുണ്ടെങ്കിൽ, ക്ലാസ്സിന്റെ പ്ലേലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഏഞ്ചൽ 1-ൽ ഞാൻ ഓതറൈസ്ഡ് പേഴ്സൺ AP ആണ്. നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അക്കൗണ്ട് ഓപ്പണിങ്ങിന് ചാർജസ് ഒന്നുമില്ല. അക്കൗണ്ട് ഓപ്പണിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന അക്കൗണ്ടിന്റെ ബ്രോക്കറേജ് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 20 rupees പെർ ഓർഡർ എന്ന് പറയുന്ന ബ്രോക്കറേജ് സ്ട്രക്ചറിലുള്ള അക്കൗണ്ടുകളാണ്. ഇവിടെ പെർ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പെർ ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ബ്രോക്കേഴ്സിന് ബ്രോക്കറേജ് കാണാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് പെർ ഓർഡർ ആണ്. ഇപ്പം നിങ്ങൾ നിഫ്റ്റിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 ലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 രൂപയായിരിക്കും ബ്രോക്കറേജ് വരിക. 10 ലോട്ട് ചെയ്യുകയാണെങ്കിൽ 20 രൂപ തന്നെ പെർ ഓർഡർ ബ്രോക്കറേജ് വരുന്നുണ്ടാവുള്ളൂ. എന്നാൽ പെർ ലോട്ട് എന്ന് പറയുന്ന രീതിയിൽ ബ്രോക്കറേജ് ഉള്ള സ്ട്രക്ചറിലാണെങ്കിൽ
10 ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 200 രൂപയായിരിക്കും ബ്രോക്കറേജ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് പെർ ഓർഡർ എന്നുള്ള രീതിയിലുള്ള ബ്രോക്കറേജ് സ്ട്രക്ചറിലാണ് വരുന്നത്. പിന്നെ ഏഞ്ചൽ വണ്ണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രോക്കറാണ്. ഏറ്റവും കൂടുതൽ ഓതറൈസ്ഡ് പേഴ്സൺസ് ഉള്ള ബ്രോക്കിംഗ് ഫേമാണ് ഏഞ്ചൽ വൺ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ ഫുൾ സർവീസ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും അവർക്ക് ഡിഫറെന്റ് ബ്രോക്കറേജ് പ്ലാനുകൾ ഉണ്ട്. പക്ഷെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു പ്ലാൻ ആയതുകൊണ്ട് അതാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഏഞ്ചൽ വണ്ണിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾ കൊമോഡിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എക്സ്ചേഞ്ചിനെ പറ്റി പറഞ്ഞപ്പോൾ രാത്രി 11:30 വരെ വർക്ക് ചെയ്യുന്ന കൊമോഡിറ്റി എക്സ്ചേഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊക്കെ ട്രേഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് സെയിം ഫണ്ട് തന്നെ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാം. വേറെ സെപ്പറേറ്റ് ഫണ്ട് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏഞ്ചൽ വണ്ണിൽ. പിന്നെ API പോലെയുള്ള സംവിധാനങ്ങൾ ഫ്രീ ആണ്. ഇത് 2000 രൂപ വരെയൊക്കെ ചാർജ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് ഉണ്ട്. സെൻസിബിൾ, അതിന് നമ്മൾ ഓപ്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള ടൂളാണ് സെൻസിബിൾ. അപ്പൊ അതിന്റെ മുകളിൽ അതൊക്കെ ഫ്രീ ആണ്. ഇത് 12,000 രൂപ വരെ ഒരു വർഷം സർവീസ് വന്നിട്ടുണ്ടായിരുന്ന സർവീസാണ് സെൻസിബിൾ. അതൊക്കെ ഏഞ്ചൽ വണ്ണിന്റെ അകത്ത് ഫ്രീ ആണ്. പിന്നെ നിങ്ങൾ ഓൺലൈനിൽ തുടങ്ങുന്ന അതേപോലെയുള്ള അക്കൗണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു പൈസയുടെ പോലും വ്യത്യാസവും നമ്മൾ ഈ ഓതറൈസ്ഡ് പേഴ്സൺ വഴി അല്ലെങ്കിൽ നമ്മൾ വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും അധികം വരുന്നൊന്നും ഉണ്ടാവില്ല. ആകെ നിങ്ങൾക്ക് ഉള്ള നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഓൺലൈനിൽ എടുത്ത അക്കൗണ്ട് ആണ്, നോർമൽ കസ്റ്റമർ കെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചിലപ്പോൾ എന്തെങ്കിലും നമുക്ക് വിളിച്ചാൽ കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കണക്ട് ആയ ലാംഗ്വേജിനുള്ള പ്രശ്നം ഉണ്ടാവാം. ചിലപ്പോൾ അതേപോലെ അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് നമുക്ക് മനസ്സിലാത്ത പ്രശ്നം ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സാധിക്കും, ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ APs ഉള്ള ഓതറൈസ്ഡ് പേഴ്സൺസ് ഉള്ള ബ്രോക്കിംഗ് ഫേം ഏഞ്ചൽ വൺ ആണ്. അപ്പൊ അവർക്ക് ആ ഓതറൈസ്ഡ് പേഴ്സണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു മെക്കാനിസം ഉണ്ട്. ഒരു പാർട്ണർ ഡെസ്ക്, അതിന്റെ മുകളിൽ ഒരു കീ അക്കൗണ്ട് മാനേജർ, ദെൻ ഒരു ബ്രാഞ്ച് മാനേജർ, ദെൻ ഒരു സോണൽ ഹെഡ്, ദെൻ അപ് ടു കമ്പനിയുടെ ഒരു വൈസ് പ്രസിഡന്റ് വരെ വരുന്ന ലെവലിലുള്ള ഒരു സപ്പോർട്ട് മെക്കാനിസം അവർ ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പാർട്ട്നേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ സർവീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ശരിക്കും ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിലേക്ക് വന്ന സമയത്ത് ഞാൻ അതെന്താന്ന് പറയും, നമുക്ക് ബ്രോക്കറിന് എന്താണെന്ന് പറയാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാനുണ്ട്. ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്. ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങും ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള 2 കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഫുൾ സർവീസ് ബ്രോക്കിംഗ് എന്ന് എല്ലാവരും ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിലേക്ക് വന്ന സമയത്ത് ഈ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയയിലാണ് അവർ ഏറ്റവും കൂടുതൽ കോസ്റ്റ് കട്ട് ചെയ്തത്. അങ്ങനെയാണ് അവർക്ക് ചെറിയ ബ്രോക്കറേജിൽ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഏരിയയിൽ ഒരു പരിധി വരെ സപ്പോർട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുന്നുള്ളതുകൊണ്ട് എന്താണ് അത് ഹെൽപ്പ് ചെയ്ത് തരാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം മറ്റ് സാധാ ഡിസ്കൗണ്ട് ബ്രോക്കിംഗിൽ ഓൺലൈനിൽ നമ്മൾ എടുത്ത അക്കൗണ്ട് ആണെങ്കിൽ എന്തെങ്കിലും സർവീസിന്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈ സാധാരണ ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിൽ നമുക്ക് എന്തെങ്കിലും സർവീസിന്റെ ആവശ്യം വരുവാണെങ്കിൽ. അപ്പോൾ അതാണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളായിട്ട് നമുക്ക് വരികയും ചെയ്യുന്നുള്ളത്, എന്തെങ്കിലും സാധനങ്ങൾ അവിടെ കാണിക്കുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്കോ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും അക്കൗണ്ട് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഫസ്റ്റ് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യരുത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഗൈഡ് ചെയ്ത് തരും എപ്പോഴാണ് ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത്. ആദ്യം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, അത് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. പുതിയ ആൾക്കാർ വന്നവർ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. അപ്പൊ നിഫ്റ്റി ബാങ്കിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ 12 സ്റ്റോക്കുകളാണ് നിഫ്റ്റി ബാങ്കിന്റെ അകത്തുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ അവരൊരു 1 ഇയർ പെർഫോമൻസ് കമ്പാരിസൺ ഓഫ് അതർ സെക്ടേഴ്സും പറഞ്ഞിട്ട് ചെറിയൊരു ചാർട്ട് അതിന്റെ അകത്ത് തന്നിട്ടുണ്ട്. അതിന്റെ അകത്ത് കഴിഞ്ഞ ഒരു വർഷത്തെ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്ന ആ ഒരു സെക്ടർ എന്ന് പറയുന്നത് റിയാലിറ്റി ആണെന്ന് വരുന്ന ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ വലിയ റിട്ടേൺ തന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സിൻസ് ഇൻസെപ്ഷൻ 17% തന്നേക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് വർഷം ഇത്രയും കാലം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നോക്കുമ്പോൾ 17% റിട്ടേൺ തന്നത്. കഴിഞ്ഞ ഒരു വർഷം 16% തന്നത്. ഇയർ ടു ഡേറ്റ് ഈ വർഷം നോക്കുകയാണെങ്കിൽ 6% തന്നത്. 5 വർഷത്തെ നോക്കുമ്പോൾ 13.36% തന്നിട്ടുള്ളതെന്ന് ഇവിടെ കാണാം. സെമി ആനുവലി നിഫ്റ്റി ചെയ്യുന്നത് പോലെ തന്നെ 6 മാസം കൂടുമ്പോഴാണ് ഇതിന്റെ അകത്ത് എന്തെങ്കിലും റീബാലൻസിങ്ങോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് നിഫ്റ്റിയുടെ അകത്തൊന്നും വലിയ റീബാലൻസിങ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം നമുക്ക് ആകെ അത്ര ബാങ്കേ ഉള്ളൂ. അത്ര പ്രധാനപ്പെട്ട ബാങ്കുകളിലൊന്നും പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു പരിധി കൂടുതലുള്ള റീബാലൻസിങ് ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാവില്ല. നിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് റീബാലൻസ് ഉണ്ടാവില്ല എന്നല്ല, കാരണം മേജർ പ്രധാനപ്പെട്ട 12 ബാങ്കുകൾ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്താ വേറെ ഇതിന്റെ താഴെയുള്ള ബാങ്കുകളൊന്നും അത്രത്തോളം അങ്ങോട്ട് പെർഫോം ചെയ്ത് വന്നാലേ ഇതിന്റെ അകത്തേക്ക് വരുള്ളൂ. അത്ര എളുപ്പത്തിൽ വരുന്നതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫ്രീക്വന്റ് റീബാലൻസിംഗ് ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ കാണാറ്. റീബാലൻസിങ് അവർ കറക്റ്റ് ആയിട്ട് ചെയ്യും, പക്ഷെ അതിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാറില്ല. റീബാലൻസിങ്ങിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഓരോ 6 മാസം കൂടുമ്പോഴും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് HDFC ബാങ്കിനാണ്. അത് എത്ര? 28% വെയിറ്റേജ്. അതായത് 4ൽ 1 വെയിറ്റേജിൽ കൂടുതലുള്ളത് ആർക്കാ? HDFC ബാങ്കിനാണ്. തൊട്ട് താഴെ അത് ICICI ബാങ്ക് നിൽക്കുന്നു. അപ്പൊ ഇവര് രണ്ടാളും തുമ്മിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് ചുമയ്ക്കും. ഇവര് നന്നാള് ചുമച്ചു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് ശ്വാസം മുട്ടും, അങ്ങനെ പറയേണ്ടി വരും. കാരണം മേജർ ഈ 2 സ്റ്റോക്കുകൾ മാത്രം മോർ ദാൻ 50% വെയിറ്റേജ് ബാങ്ക് നിഫ്റ്റിക്ക് അകത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇതിന്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. പിന്നെ കോട്ടക് മഹീന്ദ്ര 10%, SBI വെറും 9%, ആക്സിസ് ബാങ്ക് SBI വെറും 9%. ഞാൻ അങ്ങനെ SBIനെ കൊച്ചാക്കി പറഞ്ഞതല്ല. SBI 9% ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു ബാങ്കാണ് SBI എന്നൊക്കെ അറിയാം. നമ്മൾ ചിന്തിക്കുകയും ചെയ്യും SBIയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്ക് നിഫ്റ്റിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ. പക്ഷെ ഇവിടെ വെയിറ്റേജിനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം HDFCക്കും ICICIക്കും എന്തെങ്കിലും സംഭവിച്ചാലേ കാര്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയുടെ അകത്തുള്ള മൂവ്മെന്റ് ഉണ്ടാവുക. പിന്നെ ഇവിടെ ഇൻഡസിൻഡ് ബാങ്ക് 5%, ബാങ്ക് ഓഫ് ബറോഡ 2%, ഫെഡറൽ ബാങ്ക് നമ്മളെ കേരളത്തിന്റെ സ്വന്തം ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ ബാങ്ക് 2.68%, AU സ്മോൾ ഫിനാൻസ് 2.22%, പഞ്ചാബ് നാഷണൽ ബാങ്ക് 2.01%. അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ സ്റ്റോക്കുകളിൽ. ഇതിൽ എത്ര ഉണ്ട്? ഇതിന്റെ 2, 3, 4, 5, 6, 7, 8, 9, 10 മേജർ 10 സ്റ്റോക്കുകൾ ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ആ 10 ഇല്ല, കനറ മേജർ 10 കനറ വരുന്നില്ല. അപ്പോൾ ഈ മേജർ 10 സ്റ്റോക്കുകൾ ഇതാണെന്നും അതിന്റെ വെയിറ്റേജ് ഇതാണെന്നും ഇതിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടാവും? കനറ ബാങ്ക് നിഫ്റ്റി അല്ല ബാങ്ക് നിഫ്റ്റിയുടെ അകത്ത് വരുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് എടുത്ത് നോക്കാം. അതിൻ്റെ അകത്ത് ആ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്താൽ ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഏതൊക്കെയാണ് സ്റ്റോക്ക് എന്നുള്ളത്. ഇത് കണ്ടോ, കമ്പനി നെയിം 12 സ്റ്റോക്കിൽ ഇത് നോക്കാം. കനറ ബാങ്ക് ഇല്ല കേട്ടോ അതിൻ്റെ അകത്ത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ആരാ അവിടെ കാണാത്തതെന്ന് നോക്കാം. നോക്കോളൂ ഇതിൻ്റെ അകത്ത് ആരൊക്കെ അല്ലാത്തത്. AU സ്മോൾ ഫിനാൻസ് 10 വന്നു, ആക്സിസ് ബാങ്ക് വന്നു, ബന്ധൻ ബാങ്ക് ഇവിടെ വന്നില്ലല്ലോ. അപ്പൊ ഇതിലില്ലാത്ത ഒരാള് ബന്ധൻ ബാങ്കാണ്. ബന്ധൻ ബാങ്ക്, IDFC ഫസ്റ്റ് ബാങ്ക്. ഈ 2 ആളും കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? ഇത് കംപ്ലീറ്റ് ലിസ്റ്റ് ആയി. കനറ ബാങ്ക് ഒന്നും അടുത്തൂടെ പോലും പോയിട്ടില്ല. ഓലോട് പോയിട്ട് അടുത്ത കനറ ബാങ്കിലെ ബ്രാഞ്ച് കാണുകയാണെങ്കിൽ ഓലോട് പോയിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യണം, നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാനുള്ള സാധ്യത സ്കോപ്പൊക്കെ ഉണ്ട് എന്നൊന്ന് പറഞ്ഞേക്കാം അല്ലേ സാറേ? നമ്മളിപ്പോ കാണിച്ച ലിസ്റ്റില്ലേ 13 ബാങ്ക് ഇല്ലേ? അത് 13 ഇല്ല, 12 ഉള്ളൂ. അത് ആദ്യം ബാങ്കിന്റെ പേര് കൊടുത്തതാ സാർ. ഓ, അതായത് അവിടെ ഹെഡിങ് കൊടുത്തതാണ്. അല്ല 13 സീരിയൽ നമ്പർ കാണിച്ചില്ലേ? സീരിയൽ നമ്പർ അത് ആദ്യം ഹെഡിങ് കൊടുത്തതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് എനിക്കും പറ്റിയിരുന്നു സാർ. അങ്ങനെ ഞാൻ ഇതിന്റെ അകത്ത് 13 ഉണ്ടോ എന്ന് ഞാനും ചിന്തിച്ചു നോക്കിയിരുന്നു. ശരിയാ 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 സാറേ. സദാശിവ സാർ നമ്മളൊക്കെ ഒരേ വൈബാന്ന് പറയില്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് പറ്റിയിരുന്നു. അതാ എനിക്ക് വേഗം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് 12 ഉള്ളത്. ഇതിലും ഈ ബാങ്കുകളുടെ പെർഫോമൻസ് കുറഞ്ഞാൽ അവർ ബാങ്ക് നിഫ്റ്റി താഴെ പോകും അല്ലേ? അല്ല അതല്ല ഞാൻ ചോദിക്കണതല്ല, ഏതെങ്കിലും ഇതിലുള്ള ഏതെങ്കിലും ഒരു ബാങ്കിന്റെ പിന്നെ പെർഫോമൻസ് കുറഞ്ഞാൽ വേറെ ബാങ്ക് കയറി വരില്ലേ? കയറി വരാനുള്ള ഈ 2 എണ്ണാണ്. അല്ല, കയറി വരാനുള്ള കയറി വരും. ഈ 2 ഇതിൽ ഏതെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ, തീരെ താഴെ പോയാൽ അടുത്ത ബാങ്കുകൾ കയറി വരും. പക്ഷെ അത് അത്ര എളുപ്പത്തില്ല. അതായത് നിഫ്റ്റിയിൽ സംഭവിക്കുന്ന അത്ര ഫ്രീക്വന്റ് ആയിട്ടൊന്നും ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിക്കാറില്ല. കയറി വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അല്ല സാർ, അപ്പൊ നമ്മുടെ ഈ അംബാനി അദാനി ഇങ്ങനെ ബാങ്കിൽ നിന്ന് ഒരു 500 കോടി ലോൺ എടുത്തിട്ട് അടച്ചില്ലെങ്കിൽ ആ ബാങ്ക് തകരുകയാണെങ്കിൽ അത് ബാങ്ക് നിഫ്റ്റിനെ ബാധിക്കില്ലേ? അപ്പൊ അത് ബാധിക്കും. എന്ത് സംശയം? അവരുടെ കമ്പനീനെ ബാധിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിനെയും ബാധിക്കാലോ. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് സെന്റൻസിന്റെ അകത്ത് ഇവിടെ എഴുതിയേക്കുന്നത് എന്താണ്? ഇവിടെ ഇത് കണ്ടോ, കമ്പനീസ് മോസ്റ്റ് ഇത് ബാങ്കിന്റെ പ്രോസസ് അത് കണ്ടോ ഇവിടെ. അല്ല, ഇവിടെ സാധനം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് ഇന്റർമീഡിയറ്റ് ബെഞ്ച് മാർക്ക് ക്യാപ്ചേഴ്സ് ക്യാപിറ്റൽ. ഇത് കണ്ടോ, ക്യാപിറ്റൽ മാർക്കറ്റ് പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് ഇവിടെ എഴുതിയത് കണ്ടോ. അപ്പൊ ഇന്ത്യൻ ബാങ്കിന്റെ പെർഫോമൻസ് ആണ് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്.
അപ്പോൾ ഇന്ത്യൻ ബാങ്കുകൾക്ക് എന്തെങ്കിലും മേജർ ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബാങ്കുകളുടെ ഒക്കെ സ്റ്റോക്കിന്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയും താഴോട്ട് പോകും, സംശയമൊന്നും വേണ്ട. അപ്പൊ 2 ശതകോടീശ്വരന്മാർ വിചാരിച്ചു നമ്മുടെ സമ്പദ് വ്യവസ്ഥനെ തകർക്കാനും പറ്റുന്നല്ലേ അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് നമുക്ക്? അങ്ങനെ ഒരുപാട് അങ്ങനെ അങ്ങോട്ട് ചിന്തിക്കണ്ട. ഇപ്പൊ 500 കോടിയൊക്കെ എടുത്തിട്ടും 500 കോടിയൊക്കെ അവരെടുത്ത് കൊണ്ടുപോയാലും ഇവർ ഇത് എവിടെയും കൊണ്ടുപോയി പൂറ്റി വെക്കൊന്നും ഇല്ലല്ലോ. ഇവരെന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ ഇത് മാർക്കറ്റിന്റെ അകത്തേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. അല്ല ഇവര് അല്ല സാറേ, ഇവര് ഷെൽ കമ്പനി അതൊക്കെ തുടങ്ങിയിട്ട് സംഭവിക്കാം അങ്ങനെയുള്ളതൊക്കെ. ഞാൻ പറഞ്ഞു സാധാരണ ഒരു 30ന്റെ ചോടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പൊ സാറേ കച്ചവടം കഴിഞ്ഞിട്ട് പറയണേ, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ കച്ചവടം നോക്കാം. അതെ, അല്ല ഇങ്ങനെ നമുക്ക് സംഭവിച്ചൂടെ ഒരു പരിധി വരെ? സംഭവിക്കാം, സംഭവിച്ചുകൂടായൊന്നുമില്ല. അതൊക്കെ നമ്മൾ എക്കണോമിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ, അതെല്ലാത്തിനെയും ബാധിക്കാം. പറഞ്ഞൊരു 10-30 ആള് പിന്നെ പ്രവീൺ സാറേ, അബൂക്കർ സാർ അതൊന്നും തീരുമാനമാകട്ടെ, എന്നിട്ട് വരാം. ഇന്നലെ സാർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നലെ കുറെ സമയം ഇത് പറയാനല്ലേ സാർ ഉപയോഗിച്ച്. നമ്മളോടല്ലാന്ന് മാത്രല്ലേ, ഏതാണെങ്കിലും കുഴപ്പമില്ലാന്ന് പറയാം അല്ലേ? കുഴപ്പമില്ല പറഞ്ഞോ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോ ഇത് കമ്പനി അങ്ങനെ മേജറായിട്ട് ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനെയും ബാധിക്കാം. നമ്മളെ എക്കണോമിനെ അല്ലെങ്കിൽ നമ്മളുടെ ഇതിന്റെ അകത്തുള്ള കമ്പനികളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻഡെക്സിനെയും ബാധിക്കാം. അതുകൊണ്ടല്ലേ കോവിഡ് വന്നപ്പോൾ താഴെ പോയത്. അത് കഴിഞ്ഞ് തിരിച്ചതിനേക്കാളും ഡബിൾ കയറി താഴെ മേലെ വരികയും ചെയ്തില്ലേ. അപ്പൊ ഇതാണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സ്. ഇനി ബാക്കിയുള്ള ഇൻഡെക്സിനെ പറ്റി എന്തെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് പോയി നോക്കി വരുമോ ബാക്കിയുള്ള ഇൻഡെക്സ്? അതായത് പിന്നെ മിഡ് ക്യാപ്പ്, ഫിൻ നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് ഒക്കെ പോയി നോക്കി വരുമോ? അതോ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് നോക്കണോ? എന്താ വേണ്ടേ? വേണ്ട സാറ് വേണ്ട. എപ്പോഴാണ് സാറിനോട് സംശയം ചോദിക്കാലോ, പിന്നെ എന്തിനാ സാറ് പഠിപ്പിക്കുന്നത്? അത് ഇതുപോലെ നോക്കാം സാറേ. ഓക്കെ, ഫാക്ട് ഷീറ്റ്. ഇപ്പൊ ഫിൻ നിഫ്റ്റി എടുത്തിട്ട് ഫാക്ട് ഷീറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിൻ നിഫ്റ്റിയുടെ ഫാക്ട് ഷീറ്റ് ഇതിന്റെ അകത്ത് കിട്ടും. ഇതിന്റെ അകത്ത് നമുക്ക് ബാങ്ക് ഇത് കണ്ടോ, പിന്നെ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള, സർവീസ് സെക്ടറിലുള്ള, ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഹൗസിംഗ് ഫിനാൻസ്, ഇൻഷുറൻസ് കമ്പനികൾ, ഇങ്ങനെ എല്ലാം കൂടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഫിൻ നിഫ്റ്റി എന്ന് പറയുന്നത്. 20 സ്റ്റോക്സ് ആണ് ഇതിന്റെ അകത്തുള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ അകത്ത് 30% വെയിറ്റേജും HDFC ബാങ്കിനാണുള്ളത്, ICICക്ക് 20 ആണുള്ളത്. അപ്പൊ HDFC ബാങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇവർ 3 ആളും കൂടെ ആയിരിക്കും കിടന്ന് കരയുക, അല്ലെങ്കിൽ ഇവർ 3 ആളും കൂടെ ആയിരിക്കും കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുക. അപ്പം കാരണം HDFC ബാങ്കാണ് എല്ലാത്തിനെയും ഹെവി വെയിറ്റേജ്. ഇതാണ് ഫിൻ നിഫ്റ്റിയുടെ അകത്തുള്ള സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ. ബാക്കിയുള്ളത് ഡീറ്റെയിൽസ് നിങ്ങൾ വേണേൽ ഒന്നുകൂടെ ഒന്ന് ചെന്നിട്ട് സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചാൽ മതി. ഇനി സെക്ടറൽ അടുത്തത് ഒരു സാധനം കൂടെ ഒന്ന് പറയാം. നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ട്. ഇതിനാണ് നിഫ്റ്റി ജൂനിയർ എന്ന് പറയാം. ഇതിന്റെ അകത്ത് അതായത് ആദ്യത്തെ 100 കമ്പനികളെ ലിസ്റ്റ് എടുക്കുമ്പോൾ 50 എണ്ണം നമ്മൾക്ക് എവിടെ പോയി? നിഫ്റ്റി 50 പോയി. അത് കഴിഞ്ഞിട്ടുള്ള 50 കമ്പനികളാണ് ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നുള്ളത്. ഇതിനെ നിഫ്റ്റി ജൂനിയർ എന്നുള്ളതാണ് പറയാം. ഇതും ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ്. ഇപ്പൊ ഈ അടുത്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിന്റെ അകത്തുള്ള മേജർ സ്റ്റോക്കുകളാണ് ഈ ട്രെൻഡ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ, ഇതൊക്കെ അതിന്റെ അകത്തുള്ള മേജർ സ്റ്റോക്കുകളാണ്. അപ്പോ ആദ്യത്തെ 50 കഴിഞ്ഞിട്ടുള്ള 50 എണ്ണം തിരിഞ്ഞതിൽ നിന്നുള്ള ബാക്കി 50 തിരിഞ്ഞത്. അതാണ് ഈ ഒരു നെക്സ്റ്റ് 50 എന്ന് പറയുന്നത്. ഇതിന് നിഫ്റ്റി ജൂനിയർ എന്നാണ് പറയാ. ഇതിന്റെ അകത്തെ മേജർ ഹെവി വെയിറ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് 6%. ബാക്കിയെല്ലാം നിയർലി 4ന്റെയും 3ന്റെയും ഇടയ്ക്കുള്ള പെർസെന്റേജിലാണ് വെയിറ്റേജ് വരുന്നത്. ഇനി മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ അകത്ത് നമുക്ക് പോയി നോക്കണമെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റിയിൽ നമ്മൾ കാണേണ്ടത് മിഡ് ക്യാപ്പ് സെലക്ട് എന്നുള്ളതിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ കാണുന്നുണ്ടോ? അതാ എന്റെ മൗസിന്റെ അടുത്ത് മിഡ് ക്യാപ്പ് സെലക്ട്. കാരണം മിഡ് ക്യാപ്പ് 50 ഉണ്ട്, 150 ഉണ്ട്, മിഡ് ക്യാപ്പ് 100 എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇൻഡെക്സ് ഉണ്ട്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് മിഡ് ക്യാപ്പ് സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇൻഡെക്സ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനികളാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മിഡ് ക്യാപ്പ് സെലക്ടിന്റെ അകത്ത് 25 ലിക്വിഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്ക് ആണ് ഇതിന്റെ അകത്ത് ഈ ഇൻഡെക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ശ്രദ്ധിക്കുക, മിഡ് ക്യാപ്പ് സെലക്ട് എന്നുള്ളതാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് മിഡ് ക്യാപ്പ് 50ഓ മിഡ് ക്യാപ്പ് 100ഓ 150ഓ അല്ല. അതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഹോട്ടലാണ് ഏറ്റവും വെയിറ്റേജ് 5.98%. പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, ലൂപ്പിന്, കുമ്മിൻസ്, ഫെഡറൽ ബാങ്ക്, HDFC AMC, ഓറോ ഫാർമ, കോഫോർജ്, ഭാരത് ഫോർജ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇത്രയും സ്റ്റോക്കാണ് വെയിറ്റേജ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കുകൾ. ഇനി ഇതേപോലെ നമുക്ക് ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്ന എല്ലാം നോക്കിയല്ലോ. ഇനി ഇതേപോലെ നമുക്ക് ട്രേഡ് ചെയ്യുന്ന 2 എണ്ണം ഉള്ളത്, അടുത്ത 2 എണ്ണാണ് ഉള്ളത്, സെൻസെക്സും ബാങ്ക് എക്സും.
സെൻസെക്സും ബാങ്ക് എക്സും ഇതേപോലെ വൃത്തിക്ക് ഒരു സൈറ്റിന്റെ അകത്ത് കിട്ടൂല. സെൻസെക്സിന്റെയും ബാങ്ക് എക്സിന്റെയും ഡീറ്റെയിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ BSEയുടെ എക്സ്ചേഞ്ച് ഒന്ന് സെർച്ച് ചെയ്ത് BSE സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സാർ ഈ നെക്സ്റ്റ് 50 എന്നുള്ളവരായിരിക്കും ഇനി പ്രോബബിൾ ഇൻ കേസ് നിഫ്റ്റി 50 ആരെങ്കിലും ഒരാൾ പോവാന്നുണ്ടെങ്കിൽ പ്രോബബിൾ അതങ്ങനെ ആയിട്ടുള്ള തന്നെ ആയിരിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയല്ലേ സാർ വരിക? തൊട്ട് താഴെയുള്ള ആൾക്കാർ അതിന്റെ അകത്തുണ്ടല്ലോ. അപ്പോ കണ്ടിന്യൂഷൻ ആയിട്ട് കിടക്കാം. അതെ. അപ്പോ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ സെൻസെക്സ്, അതായത് BSEയിലുള്ള 2 ഇൻഡെക്സ് ആണ് നമുക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ BSEയിലുള്ള 2 ഇൻഡെക്സിനെ പറ്റി പഠിക്കാൻ നമ്മൾ NSEയിലുള്ള പോലെ അതേപോലെ ഇൻഡെക്സോഗ്രാമും അത്ര വൃത്തിയായിട്ട് ഡീസെന്റ് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമില്ല. നമ്മൾ സെൻസെക്സിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ സെൻസെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് വെറും 30 സ്റ്റോക്കിനെ മാത്രം വെച്ചിട്ടാണ്. അതിലുള്ള മേജർ സ്റ്റോക്കുകളൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞേക്കുന്ന സ്റ്റോക്കുകൾ തന്നെ ആയതുകൊണ്ട് വലിയ ഡിഫറൻസ് ഒന്നും മൂവ്മെന്റിൽ ഉണ്ടാവാറില്ല. ഇവിടെ നമുക്ക് BSEയുടെ സെൻസെക്സിന്റെ അകത്ത് എക്സ്ചേഞ്ചിന്റെ അകത്ത് അല്ല BSEയുടെ വെബ്സൈറ്റിൽ പോയാൽ എബൌട്ട് BSE സെൻസെക്സ് എന്നും പറഞ്ഞിട്ടും BSE സെൻസെക്സ് സെക്ടർ വൈസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂന്റ് ഹിസ്റ്റോറിക്കൽ വാല്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാം. അതിന്റെ അകത്ത് എബൌട്ട് BSE സെൻസെക്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോയി നോക്കട്ടെ, ഇവിടെതാ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ അങ്ങനെ കാണാം. ഫുള്ള് കോൺസ്റ്റിറ്റ്യൂവൻസ് ലിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുത്തു നോക്കാം. ഇത് വേറെ ഏതോ സൈറ്റിലൊക്കെ ആണ് കേട്ടോ. ഇവർ BSEയുടെ അകത്ത് പോലും ഇതുവരെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇത് കണ്ടോ, ഇതാണ് ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഇത് ഏഷ്യൻ ഇൻഡെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പനീന്റെ വെച്ചിട്ടാണ് ഉണ്ടാക്കി. അവർക്ക് ആ BSEയുടെ സൈറ്റിലാണ് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് 30 സ്റ്റോക്കുകൾ, ഇതിന്റെ അകത്തുള്ള 30 സ്റ്റോക്കുകൾ. ആസ് യൂഷ്വൽ HDFC ബാങ്ക് തന്നെ ആയിരിക്കും മേജർ ഹെവി വെയിറ്റ്. തൊട്ട് താഴെ റിലയൻസ് ആയിരിക്കും. ഇതിന്റെ വെയിറ്റേജിന്റെ പെർസെന്റേജ് ഒന്നും ഇതിന്റെ അകത്ത് എഴുതിയിട്ടില്ല. 30 കമ്പനികളെ വരുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ടോ, ഇവിടെ BSEയുടെ സൈറ്റിന്റെ അകത്തുള്ള ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇതിന്റെ അകത്ത് നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ഇവിടെ കണ്ടതുപോലെ തന്നെ ഏഷ്യൻ ഇൻഡെക്സ് പറഞ്ഞ ഈ സൈറ്റിന്റെ അകത്ത് കണ്ടതുപോലെ തന്നെ BSEയുടെ അകത്ത് അവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ വെയിറ്റേജോ കാര്യങ്ങളോ ഒന്നും ഇവിടെ എഴുതിയായിട്ട് കാണുന്നില്ല. അത് വേറെ എവിടെങ്കിലും ചിലപ്പോൾ ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടാവും, എവിടെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും. ഇവിടെ എവിടെങ്കിലും ഈ സാധനത്തിന്റെ അകത്ത് ഉണ്ടാവും. പക്ഷെ തപ്പി കണ്ടുപിടിക്കൽ എളുപ്പമല്ലാത്തത് കൊണ്ട് ഇത്രയും ഡീറ്റെയിൽസ് ഇതിന്റെ അകത്ത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ബാങ്ക് എക്സും കൂടെ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. BSE ബാങ്ക് എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ NSE ബാങ്ക് നിഫ്റ്റിക്ക് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് പോലെ തന്നെ BSE എക്സ്ചേഞ്ചിന്റെ അകത്തുള്ള ഇൻഡെക്സ് ആണ് BSE ബാങ്ക് എക്സ് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ BSE ബാങ്ക് എക്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ BSEയുടെ സൈറ്റിൽ ബാങ്ക് എക്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്ന ഒരു പേജിലേക്ക് നമുക്ക് പോകും. ഇത് കണ്ടോ, ഇവിടെ ഇതിന്റെ അകത്ത് എബൌട്ട് BSE ബാങ്ക് എക്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, അതിന്റെ അകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻസ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കിത് ഇവിടെ കിട്ടുന്നുണ്ടാവും. കോൺസ്റ്റിറ്റ്യൂവൻസിൽ ഫുൾ കോൺസ്റ്റിറ്റ്യൂവൻ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എത്ര ബാങ്ക് ഇതിന്റെ അകത്തുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഇതിന്റെ അകത്ത് തന്നെ താഴെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നോക്കട്ടെ, ലോഡ് ആവട്ടെ. എന്താണിത്, എത്ര നേരമായില്ലേ? ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂവൻസ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ബാങ്കേ ഉള്ളൂ. 12 ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നോക്കട്ടെ, 10 തന്നെ ഉള്ളൂ. മറ്റേ 12 ഉണ്ടായിരുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ബാങ്കേ ഉള്ളൂ. ഇതിന്റെ അകത്ത് യെസ് ബാങ്ക് ഇതിന്റെ അകത്തുണ്ട് കേട്ടോ. നേരത്തെ മറ്റേതിന്റെ അകത്ത് യെസ് ബാങ്ക് ഉണ്ടായിരുന്നില്ല. ഇതിന്റെ അകത്ത് യെസ് ബാങ്ക് ഇതിന്റെ അകത്തുണ്ട്. 10 ബാങ്കാണ് BSE ബാങ്ക് എക്സിന്റെ അകത്തുള്ളത്. സാർ അല്ല, ആക്സിസ് ബാങ്കിന്റെ മീതെ HDFC ICICI ഉണ്ടാവും ഇല്ലേ? ഇല്ല. എങ്ങനെ? സോറി ഉണ്ട്. ഞാനും പേടിച്ചേ. ഓക്കെ, അപ്പൊ ഇതാണ് ബാങ്ക് എക്സ്. ഫക്രുദ്ദീൻ സാറേ പറയൂ. ഒറ്റ സെക്കൻഡ് സാറേ. അപ്പൊ നമ്മൾ മേജർ ആയിട്ട് ഒറ്റ സെക്കൻഡ് ഫക്രുദ്ദീൻ സാറേ. അപ്പൊ നമ്മൾ മേജർ ആയിട്ടുള്ള എല്ലാ ഇൻഡെക്സിനെയും നമ്മൾ നോക്കി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഹോംവർക്ക് ആയിട്ട് പോയി നോക്കുക. എന്തേ സംശയം ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതി. ഫക്രുദ്ദീൻ സാറേ പറയൂ. മിഡ് ക്യാപ് സെലക്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? അതെ. അല്ലാതെ ഉള്ള മിഡ് ക്യാപ്പിന്റെ ഇത് കാണിക്കുന്നില്ലേ, അതിനകത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ട്രേഡ് ചെയ്യാൻ ആകെ മിഡ് ക്യാപ് സെലക്ട് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അതെ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ മിഡ് ക്യാപ് സെലക്ട് മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്പർ പിന്നെ കയ്യിലില്ലാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളാം. അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിലോ സംശയം ഉണ്ടെങ്കിലോ പ്ലേലിസ്റ്റ് വേണമെങ്കിലോ റെക്കോർഡ് ക്ലാസ് വേണമെങ്കിലോ ഒക്കെ ഇതിൻ്റെ അകത്ത് മെസ്സേജ് ഇട്ടാൽ മതി.
പിന്നെ സാറേ ഒരു ഡൗട്ട്. എന്തെങ്കിലും ചോദിച്ചോളൂ, ചോദിക്കൂ സാർ. ലിബിൻ സാറേ പറയും. ഓക്കെ സാറ് ഇന്നലെ മറ്റേ ഗിഫ്റ്റ് നിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? അപ്പൊ അതില് ചെറിയൊരു ഡൗട്ടാണ്. ഈ നിഫ്റ്റിയിലുള്ള സെയിം ഇത് തന്നെയാണോ അതായത് ഗിഫ്റ്റ് നിഫ്റ്റിയിലും വരുന്നത് സ്റ്റോക്കുകള്? ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് ഇൻഡെക്സ് അല്ല. ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത് നമ്മളുടെ നിഫ്റ്റി 50 വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്യൂച്ചർ കോൺട്രാക്റ്റാ. അപ്പൊ അതിന് പിന്നെ കോൺസ്റ്റിറ്റ്യൻസ് നോക്കണ്ട, അത് നമ്മളെ നിഫ്റ്റിയുടെ കോൺസ്റ്റിറ്റ്യൻസ് തന്നെ ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ അതില് ഈ പോസിറ്റീവ് മൂവ്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മാർക്കറ്റിന് നമുക്ക് അത് പോസിറ്റീവ് മൂവ്മെന്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് ഉടനെ വരും എന്ന് പറഞ്ഞല്ലേ? അതാണ് ഞാൻ ഇന്നലെ കറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് ആണോ നിർബന്ധമില്ല, ഇവിടെ അവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ആണോ നിർബന്ധമില്ല. അതൊരു ജസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പണിംഗിന്റെ ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ അനാലിസിസിലേക്ക് പോരുത് ഇന്നലെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. എനിക്കൊരു നോട്ടിഫിക്കേഷൻ, അത് സാർ ഒരു മിനിറ്റ്, എനിക്കിപ്പോ കുറച്ചു മുന്നേ മറ്റേ ഇതിന്റെ ആപ്പിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്ന് ഇപ്പൊ 6070 എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു വന്നതാണ്. അതൊരു പോസിറ്റീവ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ്. ഓക്കെ. അപ്പൊ ഞാൻ അതൊന്ന് ക്ലിയർ ചെയ്തതാണ്. അതിന്റെ ആ നോട്ടിഫിക്കേഷന്റെ അടിയിൽ ഒരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചു നോക്കൂ, ഞാൻ കോൾ എടുക്കട്ടെ എന്ന്. അവരെന്താ പറയുന്ന നോക്കാലോ. അതല്ല, ഇത് ബ്രോക്കറേജിന്റെ മറ്റേ അവര് ന്യൂസ് ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അത് ന്യൂസ്, അതൊരു ഇമ്പോർട്ടന്റ് ന്യൂസ് തന്നെയാണ് സാർ. പക്ഷെ നമ്മളത് ഫോളോ ചെയ്യാറില്ല. കാരണം നമുക്ക് എൻട്രി എക്സിറ്റിന് സന്തോഷ് സാർ ഈവനിങ്ങിൽ പഠിപ്പിച്ചു തരുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ്. നമ്മൾ അത് മാത്രം ഫോളോ ചെയ്താൽ മതി. ഈ ഗിഫ്റ്റ് നിഫ്റ്റി ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറെ അനാലിസിസിലും ഇവാലുവേഷനിലും എത്താൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മാർക്കറ്റിലുള്ള ഒരുപാട് പേര് നോക്കുന്ന ഒരു ടൂൾ തന്നെയാണ് അത്. പക്ഷെ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. നമ്മുടെ എൻട്രി എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സിമ്പിൾ ആയിട്ട് അത്രയും ഈസി ആയിട്ട് സാറ് പഠിപ്പിച്ചു തരുന്നല്ലേ. അതേപോലെ അങ്ങോട്ട് ഫോളോ ചെയ്തേച്ചാൽ മാത്രം മതി. കാരണം അത് പ്രൂവൺ ആണ്. ആൾക്കാർ നമ്മളെല്ലാവരും പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. പിന്നെ എന്തിനാ പേടിക്കേണ്ട കാര്യം? പിന്നെ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ തല തിരിച്ചും മറിച്ചും നിങ്ങൾ ചോദിച്ചാൽ അതിന്റെ ഉത്തരം സാറ് പറഞ്ഞു തരുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് നമുക്കത് സാറ് പഠിപ്പിച്ചു തരുമ്പോൾ അത് മാത്രം ഫോളോ ചെയ്താൽ മതി. നമ്മളെല്ലാത്തിന്റെയും വയ്യ പോയാൽ നമ്മൾ ഒരു തരത്തിൽ എത്താതാവുക. പുറകെ പോകുന്നല്ല, അപ്പൊ ഇങ്ങനെ കണ്ടോണ്ട് പോസിറ്റീവ് ട്രെൻഡ് ഉള്ളതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. അതെ, അതിന്റെ ഒരു ഇൻഡിക്കേഷൻ മാത്രമേ ഉള്ളൂ. അത് അത്രേ ഉള്ളൂ അല്ലേ? രാവിലെ നമ്മളുടെ കയ്യിൽ ഒരു കോള് ഹോൾഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കിയിട്ട് അത് പോസിറ്റീവ്. അതാണ് ഞാൻ ചോദിച്ചത് സാറിനടുത്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചില സമയങ്ങളിൽ നമുക്ക് ഈ ലോസ് വരുമ്പേ ഹോൾഡിംഗ് ലിസ്റ്റ് വെക്കും. നമുക്കൊരു സമാധാനം. അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സ്റ്റോപ്പ് ലോസുകൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അത് മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് പോകുമല്ലോ. അതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. എനിക്കത് ആദ്യമേ മനസ്സിലായി. അതാ ഞാൻ ആദ്യം ഉണ്ടാകുന്നത്. അതാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടൊന്ന് ചോദിച്ചാണ്. അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ ഒക്കെ റെഫറൻസിന് നമുക്ക് യൂസ് ചെയ്തോടെന്ന് ചോദിച്ചതാണ്. മറ്റേതിപ്പോ ക്യാൻഡിൽസ് ആണെങ്കിലും നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയ ഒരു 10-15 മിനിറ്റ് ആവണ്ടേ നമുക്ക് അന്നത്തെ ട്രെൻഡ് ഇത് മനസ്സിലാക്കണമെങ്കിൽ. പക്ഷെ വേറൊരു കാര്യമുണ്ട് സാർ, അതിൽ ഉള്ള ഒരു ഡേഞ്ചർ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ രാവിലെ 6:30 നോക്കിയപ്പോൾ 50 പോയിന്റ് പോസിറ്റീവ് ആയിട്ട് നമ്മൾ കണ്ടു എന്ന് വെച്ചോളൂ. അപ്പൊ അന്നത്തെ നമ്മളുടെ മൈൻഡ് സെറ്റ് മൊത്തം എന്തായിരിക്കും അറിയോ? ബുള്ളിഷ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അന്ന് ചിലപ്പോൾ ശരിക്കും നെഗറ്റീവ് മൂവ്മെന്റ് വന്നു വെച്ചാൽ നമ്മൾ അത് കാണൂല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ന്യൂട്രൽ മൈൻഡ് സെറ്റിനോട് മാർക്കറ്റിനെ സമീപിക്കണമെന്ന് സന്തോഷ് സാർ വൈകിട്ടത്തെ ക്ലാസ്സിൽ പറയാറുണ്ട്. ന്യൂട്രൽ മൈൻഡ് സെറ്റിലായിരിക്കും നമ്മളെ ബയാസ്ഡ് ആക്കുന്ന സാധനങ്ങളാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷെ അത് ഇന്നലെ വേറൊരു കാര്യമുണ്ട്. ഇന്നലെ ഗിഫ്റ്റ് നിഫ്റ്റി കുറച്ച് മറ്റേ ഇതിൽ ലോയിലാണല്ലോ ഉണ്ടായിരുന്നത്. ഒരു 56 പോയിന്റ് അങ്ങനെ ലോയിലാണ് ഇന്നലെ ഓപ്പൺ ആയത് ക്ലോസ് ചെയ്ത് എന്താ ചെയ്യുന്നത്. എന്റെ ന്യൂസ് വന്ന് അങ്ങനെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ലോസിലായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സാർ ഇന്നലെ ക്ലാസ് പറഞ്ഞല്ലോ അതിന് മൈൻഡ് ചെയ്യണ്ട, അത് തിരിച്ചിങ്ങോട്ട് തന്നെ കയറും എന്നുള്ള ഇത് സാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ രാവിലത്തെ ക്ലാസ്സിൽ. അതേപോലെ അത് തിരിച്ചു കയറുന്ന ഉറപ്പായിട്ട് പറഞ്ഞതൊന്നുമല്ല, അങ്ങനെ സംഭവിക്കാന്ന് പറഞ്ഞതാണ്. അല്ല സാർ അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, അത് മൈൻഡ് ചെയ്യേണ്ട, അത് ചിലപ്പോ എങ്ങനെ വേണമെങ്കിലും വരാന്നുള്ളത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെ അങ്ങനെ തിരിച്ചു കയറുകയും ചെയ്ത് നിഫ്റ്റി ഓപ്പൺ ആയപ്പോഴത്തേക്കും ആ ഒരു റിവേഴ്സ് ട്രെൻഡ് അധികം നേരം നിന്നിട്ടില്ല. ചെറിയൊരു ബാക്കോട്ട് പോയിട്ട് പിന്നെ നിഫ്റ്റി തിരിച്ചെന്നെ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പോസിറ്റീവ് ആയിട്ട് വരുന്ന സമയത്ത് അല്ല ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോപ്പ് ലോസുകൾ ചെറിയ എന്തെങ്കിലും വെക്കാന്നുള്ള ഒരു ഇതില് ചോദിച്ചു. അത് നമ്മളെ ബയാസ്ഡ് ആക്കി ഉള്ളൂ. നമുക്ക് എപ്പോഴും ബെറ്റർ ക്യാൻഡിൽ തന്നെയാണ്. അതെ, ഓക്കെ സാറേ, ശരി, താങ്ക് യു. ഓക്കെ. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല. ഇന്നലെ ഞാൻ ഇന്നലെ കുറച്ച് തിരക്കിലായി പോയി ചോദിച്ചാൽ സാർ, എനിക്ക് വിളിച്ച് അന്വേഷിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് നമുക്ക് നല്ലതല്ലേ?
നമുക്ക് നല്ലതല്ലേ? അല്ല, അതങ്ങനെ വരില്ല, അതെന്തോ എറ. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോഴാണ് അത് വീണ്ടും ഓർത്തത്. അപ്പൊ രാത്രി അവർക്ക് അയച്ചിട്ട് കാര്യമില്ല, ഞാൻ അയച്ചു കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്നൊന്ന് നോക്കട്ടെ, എന്ന് ഞാനത് വിവരം കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഈ ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോഴേ എക്സ്പയറി ഡേറ്റിന്റെ അടുത്ത് ചെയ്യണമെന്നല്ല നല്ലത്? ഏതാ, ഇൻഡെക്സോ ഫ്യൂച്ചർ അതോ സ്റ്റോക്കോ? അല്ല, സ്റ്റോക്ക് അല്ല, മറ്റേ ഇൻഡെക്സ് ചെയ്യുമ്പോ. ഇൻഡെക്സ് ചെയ്യുമ്പോ എക്സ്പയറിയിലായിരിക്കും DK കൂടുതൽ ഉണ്ടാവുക. അല്ല, അവരുടെ മെൽറ്റ് ആകുമ്പോ നമുക്കെല്ലാം ഗുണം കിട്ടുക. അതെ 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 അതെ. അതായത് അവിടെ തീറ്റയാണ് ഫോക്കസ്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം അല്ലേ? നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കാം. സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാം. അക്കൗണ്ട് വേണമെന്ന് ഓപ്പൺ ചെയ്യാനുണ്ടെങ്കിലും മെസ്സേജ് ഇടാം. അപ്പോൾ ബാക്കി നാളെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു.